بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. نوابان صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية، وحيد جمال فيه طيب وطيبة، لمن نفسه في حبه مستطيبة، لساني بمدحه في علاه رطيبة، وحق الذي طابت برياه طيبة، فصرنا إليه البر من أجله نطغي. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية. ഒരു ഹുവാനെ സങ്കല്പിക്കണം. ഹുവ അത് മുമ്പത്തതയാക്കിയിട്ട്, അപ്പോൾ ഹുവ വഹീദു ജമാലിൻ എന്നായി. ഈ വഹീദ് എന്തിനാ പ്രയോഗിക്കല്? തുല്യത ഇല്ലാത്ത ഒരാൾക്ക് ഇതിന് തുല്യമായി പറയാൻ എന്താവൂല. അപ്പൊ നിസ്തുല്യനായ ഒരാൾക്ക് എന്താ പറയും? വഹീദ്. അങ്ങനത്തെ ഒരാളെ കിട്ടൂല. അപ്പോ ജമാലിന്റെ വിഷയത്തിൽ തങ്ങളെ പോലെ തുല്യമായ ഒരാളെ കിട്ടൂല, വഹീദാണ് എന്നായി. അപ്പൊ ഹുവ വഹീദു ജമാലിൻ. ഫീഹി, ഫീഹിന് ദമീർ ജമാലിലേക്കും മടക്കാം വഹീദിലേക്കും മടക്കാന്നാണ്. അപ്പൊ എന്തായി? ആ ജമാലിലുണ്ട് ത്വയ്യിബുണ്ട്, ത്വയ്യിബത്തുമുണ്ട് എന്നായിപ്പോ ജമാലിലേക്ക് മടക്കിയാൽ. അല്ലെങ്കിലോ ആ വഹീദു ജമാലായ ഊറില് ത്വയ്യിബുമുണ്ട് ത്വയ്യിബത്തുമുണ്ട്, രണ്ടും പറയാം. രണ്ടും അതിനെ ഒന്ന് തന്നെ, ഒന്ന് ദാത്തിലേക്ക് ഒന്ന് സിഫാത്തിലേക്ക്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താ? റായിഹത്തുൻ ത്വയ്യിബ, നമുക്കറിയാലോ ത്വയ്യിബ് സുഗന്ധം. അതുപോലെ ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന് നല്ല ഉന്മേഷം. ത്വയ്യിബുൻ നഫ്സ് എന്ന് പറയുന്നത് മനസ്സിൽ ഒരു ഹർജും ഇല്ലാതെ കണ്ട് കെട്ടിക്കൊടുക്കില്ലാതെ തുറസ്. അപ്പോ ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ മൂക്കിനാണല്ലോ, അപ്പൊ ഹിസ്സിയായി. ത്വയ്യിബത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാന്നല്ലോ, അപ്പൊ മാനവീയം. ഇപ്പൊ ശരിയില്ലേ? ആർക്കാണിത്? ലിമൻ, ഒരാൾക്ക്. എങ്ങനത്തെ ആള്? നഫ്സുഹു മുസ്തതീബത്തുൻ ഫീ ഹുബ്ബിഹി, അദ്ദേഹത്തിന്റെ നഫ്സ് മുസ്തതീബത്തുൻ എന്ന സുഖം ആസ്വദിക്കുന്ന ആളാണ്. എന്തിന്? ഫീ ഹുബ്ബിഹി, തങ്ങളുടെ മഹബത്തിൽ. ഇല്ല, അതിന് ഇബാറത്ത് നേരിട്ടിട്ടാ മതി. തങ്ങളുടെ മഹബത്തിൽ സുഖമാസ്വദിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ത്വയ്യിബും ത്വയ്യിബത്തും എല്ലാം അതിലുണ്ട്. പിന്നെ തങ്ങളെ തിരിഞ്ഞോ നോക്കാത്തൊക്കെ പിന്നെ അതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അത് മനസ്സിലായില്ലേ? ഇനി ലിസാനി റതീബത്തുൻ, എൻ്റെ നാവ് പച്ച പിടിച്ചതാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സജീവമാണ്. എന്തിന്? ബി മദ്ഹി, ഞാൻ മദ്ഹ് ചെയ്യലുകൊണ്ട് ഫീ ഉലാഹു, തങ്ങളെ ഉന്നതിയിൽ. അപ്പൊ ബി മദ്ഹി നടന്നുണ്ട്, മസ്തറുണ്ട്, ഫായിലുണ്ട്. മദ്ഹ് മസ്തർ, ഞാൻ മദ്ഹിയിൽ എൻ്റെ ഫായിൽ. അപ്പൊ ഫീ ഉലാഹു എന്നതിന് മഫ്ഊൽ സ്ഥാനത്തായി. തങ്ങളുടെ ഉന്നതിയുടെ വിഷയത്തിലായിക്കൊണ്ടിട്ട് ഞാൻ മദ്ഹ് ചെയ്യുന്ന വിഷയത്തിൽ എന്തായി? എൻ്റെ നാവ് എപ്പോഴും സജീവമാണ്. മുസന്നിഫ് തങ്ങൾ പറയുന്നു. വഹഖില്ലദീ,
ഈ വഹക്കി എന്നുള്ളത് കസമാണ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ കസമ് മുത്താഹിറാക്കാം ബൈത്തിന് വേണ്ടിയിട്ട്. ആ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ ഇല്ലേ, റബ്ബിനാന്ന് പിന്തിച്ചിട്ട് കസമിന്റെ റബ്ബിനെ തന്നെ സത്യം എന്ന് പറഞ്ഞത് പിന്തിച്ചിട്ട് സൂറത്തുണ്ടല്ലോ. അപ്പൊ പിന്തിക്കുമ്പോ എന്തായി, എൻ്റെ നാവ് തങ്ങളുടെ മദ്ഹ് പറയുന്നതിൽ റതീബത്താണ് വഹക്കി എന്ന് പറഞ്ഞാൽ ഹക്ക് തന്നെയാണ് സത്യം. എങ്ങനത്തെ നബീനെ കൊണ്ട സത്യം? അല്ലാഹു തആല സത്യം ചെയ്തില്ല മഖ്ലൂക്കിനെ കൊണ്ടിട്ട്. ഇവിടെ ലഅംറുക ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ. അതിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് പറയുന്നു, മാ സമിഅതുല്ലാഹ അഖ്സമ ബിഹയാതി അഹദിൻ ഗൈരിഹി ഫഖാല തബാറക വതആല ലഅംറുക ഐ വഅയ്ശിക വഹയാതിക യാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അപ്പോൾ ഹക്കില്ലതി ഒരു നബിയുടെ ഹക്കിൽ തന്നെയാണ് സത്യം. എങ്ങനത്തെ നബി? അല്ലതിൻ്റെ ബാക്കി വരണ്ടേ, താബത്ത് തൈബത്തുൻ ബിറയ്യാഹു, തൈബ മദീന ഷരീഫ് തങ്ങളുടെ പെരുമളം കൊണ്ടെന്താക്കി, പെരുമളം സിദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്കിനെ തന്നെയാണ് എന്നതാക്കാം. മുമ്പ് കഴിഞ്ഞ ജുംലക്ക് കസമാക്കാം. ഫസിർന, അതുകൊണ്ട് നമ്മൾ സഞ്ചരിച്ചു. കാരണം ഇപ്പത്തേക്ക് കാക്കുമ്പോൾ ഫസിറിനെ ഫാ കൊടുത്തു പോയിട്ടുണ്ട്. അപ്പൊ കസമിന്റെ ജവാബിനുള്ളിൽ ഫസിർന, നമ്മൾ സഞ്ചരിച്ചു, ഇലൈഹി തങ്ങളെ കൊള്ള, നത്ബിൽ ബർറ, കരയെ നാം എന്താക്കുന്നു ചുരുട്ടുന്നു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഫാസ്റ്റ് ആക്കിയിട്ട് പോയെന്ന്. കര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് ചുരുട്ടിയിട്ട് ഇങ്ങനെ പായെന്ന്. മിൻ നജ്ലിഹി, തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, തങ്ങളെ കാണേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താക്കുന്നത് കര. നമ്മൾ അന്ന് കപ്പല് പ്ലെയിനൊന്നില്ല, കപ്പല് ഉണ്ട്, പക്ഷെ അധികമാണ് പോക്ക് ഇതാണ്. ഇനി ഫമന്താ കപ്പട് يا مثل نفوسنا وسار بمسرانا لوالي رؤوسنا وتحدو بذكراه الحداة لعيسنا فترقص في البيداء من ضرب الهدب صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. فمن ذاق, ആരെങ്കിലും രുചി നോക്കിയാൽ, ആസ്വദിച്ചാൽ, ശൈഅൻ കല്ല, കുറഞ്ഞ ഒരു ശൈഅന്റെ സിഫത്താണ് ഇത്. കല്ല ശൈഅൻ കല്ല, കുറഞ്ഞ ഒരു ശൈഅ ആസ്വദിച്ചു. എന്തിൽ നിന്ന്? മിൻ ഖന്ദരീസിനാൻ, ഖന്ദരീസ് എന്ന് പറഞ്ഞാൽ ഖംറ് എന്നർത്ഥം. ഖംറ് കല്ല്. മിൻ ഖന്ദരീസിൽ ഖുർബി ലഹു ബിറശാശി എന്നല്ല നമ്മളെ തങ്ങൾ തന്ന പതിനെത്തി സീനിന്റെ വാപ്പ നോക്കിയാണ്. ഖുർബിന്റെ ഖംറ് ഒന്നെങ്കിൽ തൊട്ട് തെറിപ്പിച്ചെന്നാലും മതി എന്ന് പറഞ്ഞിട്ട് ചരക്കട തങ്ങളെ മതിരിക്കലും തന്നിനല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇലാഫത്ത് എന്താണ്? നമ്മക്ക് കിട്ടിയ കള്ള് നമ്മളിലേക്ക് ചേർക്കപ്പെട്ടെ, അതായത് മുസന്നിഫ് മഹബത്തിൽ ലയിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കുടിച്ച ആ മഹബത്തിന്റെ കള്ളിൽ നിന്ന് കുറഞ്ഞ ഒന്നൊരാൾ ആസ്വദിച്ചത് എന്താക്കും? ഫൈൻകാര മൈത്തൻ, അയാൾ മരിച്ച ആളാണെങ്കിൽ ഹയ്യ, അയാൾ ഹയാത്ത്. ഹയ്യന്റെ മയ്യത്താണെങ്കിൽ ഹയാത്താകും. അപ്പൊ ഹയ്യാന്റെ അക്ഷരം എന്താന്ന്? ഹയ്യാന്നുണ്ടാവും, സമയ പോലെ ഹയ്യ. അപ്പൊ ഇലാഫത്ത് ഇദ്ഗാം ചെയ്താൽ ഹയ്യ ലിഹലിക
മൻ ഹയ്യ അൻ ബയ്യിന വല്ല യഹ്യ മൻ ഹലക അൻ ബയ്യിന വയഹ്യ മൻ ഹയ്യ അൻ ബയ്യിന. ഹയ്യ മുളാദിയ പേരെങ്ങനെ യഹ്യ ثم لا يموت فيها ولا يحيى. അപ്പോൾ ഇയാൾ മരിച്ച ആളാണെങ്കിൽ ഹയാത്താവും അല്ലേ? ആരെപ്പോലെ മിസ്ര നുഫൂസിനെ നമ്മുടെ നുഫ്സിനെ പോലെ അങ്ങോട്ട് ഹയാത്താവും. അപ്പൊ മൂപ്പറന്താക്കി ഹയാത്തായിട്ടുണ്ടല്ലോ, അല്ല പറഞ്ഞ് കൊടുത്ത നിയമത്തല്ലേ. എന്നിട്ടോ വസാറബി മസ്റാന, നമ്മൾ സഞ്ചരിച്ച മാർഗത്തിൽ കൂടിയാണ് യാത്ര ചെയ്യും. അപ്പം ബിന്നർത്ഥം ഫീ മസ്റാന എന്നർത്ഥം. മസ്റ സഞ്ചരിക്കുന്ന സ്ഥലം. നമ്മൾ യാത്ര ചെയ്ത സ്ഥലത്തല്ല അയാളെ സഞ്ചരിക്കും. ആരിലേക്ക്? വാലി റുഊസിന, വാലിയ വിലായത്തുള്ളാക്കല്ലേ വാലി, അധികാരി. നമ്മുടെ തലയുടെ അധികാരിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. വാലിയല്ലേ വലായലി വാലി, നാട്ടിലെ വാലിന്റെ ജമ്മല്ലേ ഭൂലാത്ത്. അപ്പം നമ്മുടെ തലയുടെ ചുരുക്കത്തിൽ പറഞ്ഞ എന്താണ്? തല എന്ന് പറഞ്ഞാൽ ദാത്തിന്റെ എവിടെയാണ് മജാസ് മുർസല് എന്ന് പറയും. എങ്ങനെ? പ്രധാനപ്പെട്ട ഒരു അംഗം പറഞ്ഞിട്ട് മുഴുവനും മുറാദാക്കുക. അതെ, ബാന്ന് പറഞ്ഞ് കുല്ലും മുറാദാക്കുക. മജാസും മുർസല്, മജാസും മുർസൽ കണക്കില്ലാണ്ടുണ്ട്. തസ്ബീഹാണെങ്കിൽ ഇസ്തിയാറത്താവുക. ആകം മജാസ് രണ്ടേ ഉള്ളൂ. അപ്പൊ റുഊസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പ്രധാന ഭാഗം. ആ ഭാഗം പറഞ്ഞിട്ട് ചുരുക്കത്തെ നമ്മുടെ ദാത്തിന്റെ. പിന്നെ അപ്പൊ ജുസ്ഹ് പറഞ്ഞിട്ട് കൊല്ല മുറാദാക്കുക. അപ്പൊ നമ്മുടെ ദാത്തിന്റെ മൗലയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് നമ്മൾ സഞ്ചരിച്ച മാർഗത്തിൽ കൂടി എല്ലാം അയാളെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതാണ്. അത് ചിന്നല്ല. ഇനി എന്ന പാട്ട് പാടിക്കൊണ്ട് തെളിക്കൽ. ലാസ്റ്റ് അതിനൊക്കെ വെച്ചിട്ട് 165 വരിയാന്ന് അങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാം വെച്ച് കിട്ടാൻ അത് നമ്മൾ പാടുന്നില്ല. എത്ര വരിയെന്ന് ആരോട് ചോദിച്ചു? ബിൻ നഗമി കൊണ്ട് തീർന്നു. അപ്പൊ ഹാദി എന്ന് പറഞ്ഞാൽ ഹദാ യഹ്ദു. നമ്മുടെ ജലാലിയിലില്ലേ വലൗ ശദാനിയ ഷാദി ഔ നാഖിറുൽ അഅവാദി ലം ഉസ്ഗഹി ഗൈറ ഹാദി ബിമദ്ഹിക്കും. ഒരാളപ്പുറത്ത് നല്ല മുട്ടും പാട്ടും വലിയ താളം വെച്ചിട്ടുള്ള രാഗങ്ങളോടുകൂടി പാടിയാലും ലം ഉസ്ഗഹി, ഞാനതിലേക്കൊന്നും ചെവി കൊടുക്കൂല. അവനാടുന്ന് പാടിക്കൊട്ടു. ഗൈറ ഹാദി ബിമദ്ഹിക്കും, നിങ്ങളെ മദ്ഹം പറഞ്ഞിട്ട് ആരെങ്കിലും തെളിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അത് കേൾക്കൂ. ഗൈറ ഹാദി ബിമദ്ഹിക്കും. അപ്പം വതഹദു, ഈ ഒട്ടകങ്ങളെ തെളിക്കും. ആര്? അൽ ഹുദാത്തു, തെളിക്കുന്ന ആളുകൾ. ബിദിക്റാഹു, തങ്ങളെ മദ്ഹം തങ്ങളെ ദിക്റും പറഞ്ഞുകൊണ്ട് എന്താക്കും? നല്ല ബൈത്തും ചൊല്ലിട്ട് ഒട്ടകത്തിന് തെളിക്കും. ഇപ്പം അല്ല നമ്മ കോലം മാറിയിന്. പഴയ കാലത്ത് ഒട്ടകപ്പുറത്ത് 2 3 കറിച്ച് ഇങ്ങനെ അതന്നെ ഒട്ടകത്തിന് ഇങ്ങനെ ചേർത്ത് വെക്കലല്ലോ. മൂപ്പർ പറയുന്നുണ്ട്, ഒറ്റപ്പെട്ടിട്ട് പോവില്ല. ആരെ തെളിക്കും? ലിഈസിന വതഹദിൽ ഹുദാത്തു ലിഈസിന. ഈസേതാണ് ഒട്ടകം. നമ്മൾ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിനെ എന്താക്കും? തെളിക്കുന്ന ആള് തെളിക്കും. ബിദിക്റാഹു, തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഫതർകുസു, ആ ഈസ് എന്താക്കുന്നൊരു തുള്ളിച്ചാടും, അതിന് സ്പീഡ് കൂടും. ഫിൽ ബൈദാ, ആ ഒഴിഞ്ഞ മൈതാനിയിൽ മിൻ തറവിൽ ഹദ്വ്, ഹദാ യഹ്ദു ഹദ്വൻ അല മസ്റൻ, ഹദാ യഹ്ദുന മസ്റൻ ബിൽ ഹദ്വ്. ഹദ്വ് എന്ന് പറഞ്ഞാൽ ആ തെളിക്കണ്ടേ തറന്നു കൊണ്ട് എന്താക്കും? ഒട്ടകം അങ്ങനെ ചാടിയിട്ട് കൊതറിച്ചാടും. അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതി ഓടുന്ന പറഞ്ഞു. അപ്പൊ ആ ഒട്ടകത്തിന്റെ യാത്ര ഞാൻ 2-3 വരിയിൽ മുപ്പറി പറയുന്നു. ഇനി ഹദീസൂന്നും വായിക്കാം, ഹദീസാന്നും വായിക്കാം. എന്തുകൊണ്ട് രണ്ടും ശരിയാ വായിച്ചോ.
ترى وجدها قوتا كما لو رأيتها تمرق أمثال السهام رميتها وأصواتها أشواقها لو رأيتها تحن وتبكي وهي للمصطفى تهوي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أحاديثه അതെന്താക്ക മുബത്തതയാക്കിയിട്ട് അങ്ങനെ വായിക്കാം. അഹാദീസഹു എന്ന് വായിക്കാം. അങ്ങനെ വൽക്കമറ ഖദ്ദർനാഹു എന്ന് പറഞ്ഞാൽ മതി. ഞാസില്ലേ വൽക്കമറ ഖദ്ദർനാഹു മനാസില. അപ്പൊ അഹാദീസുഹു അഹാദീസഹു രണ്ടാലും ഇറാബ് കണക്കാണ്. ഹാദി ഒട്ടകത്തെളിക്കുന്ന വ്യക്തിയെ യാ ഹാദി എന്നുണ്ടാകും. കണ്ടോ? അപ്പോ യാ ഹാദി എന്ന് ആദ്യം വെക്ക്. അത് ഏതാ കിട്ട അങ്ങനെ പറയുമ്പോ തിരികെ നീങ്ങൂല. യാ ഹാദി ലഹ, ഈ ഒട്ടകങ്ങൾ തെളിക്കുന്ന വ്യക്തിയെ നീ എന്താക്ക് അഹാദീസ് ലൗ അഹാദീസഹു, തങ്ങളുടെ ഹദീസുകളെ തങ്ങളെപ്പറ്റിയുള്ള വാർത്തകളെ ലൗ റവൈതഹ, നീയെങ്ങാനും റിവായത്ത് ചെയ്യുകയാണെങ്കിൽ. ഒട്ടകത്തെളിക്കുന്നു എൻ്റെ ഗെയിമിൽ എന്തുണ്ട്, തലേ അദ്ദേഹത്തിൻ്റെ പാട്ടുണ്ട്, അതെങ്ങാനും നീ റിവായത്ത് ചെയ്ത് അവതരിപ്പിക്കുകയാണെങ്കിൽ തറ അതിൻ്റെ ജവാബ് തറ വജുദഹ, അതിൻ്റെ വജുദ് ഇതിൻ്റെ ഒട്ടകങ്ങളെ അതിൻ്റെ വജുദിനെ എനിക്ക് കാണാം. കൂത്തൻ അതിന് ഭക്ഷണമായി മാറുന്നത് കാണാൻ. വേറെ വെള്ളം കുടിക്കലോ ഒന്നും വേണ്ട, ഇതിങ്ങനെ കേട്ടാൽ തന്നെ മതി. ഏതുപോലത്തെ ഭക്ഷണം? കമാലൗ റഅയ്തഹ, നീ പുല്ലും വെള്ളയിലും കൊടുത്തിട്ട് അതിനെ തീറ്റി പോറ്റിയാൽ എങ്ങനെ ഉണ്ടാകില്ല, ആ കോലത്തിലായിരിക്കും ഏത് പാട്ട് കേട്ടുകഴിഞ്ഞാൽ ആ ഒട്ടകത്തിൻ്റെ അവസ്ഥ. ഒട്ടകങ്ങൾക്കും അതിൻ്റെതായ ഷൂറുകൊണ്ട് തങ്ങളെപ്പറ്റി അറിയാലോ, മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? മറ്റോ സംഭവങ്ങൾ കണ്ടല്ലോ. ഞാൻ ആരാന്ന് ചോദിച്ചു ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ പറ വജുദഹ കൂത്തൻ, ആ ഏസിന്റെ ഒട്ടകത്തിന്റെ വജുദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആവേശം കൊണ്ടല്ലേ. കമാല റഅയ്തഹ, നീ ഇതിനെ പുല്ലും വെള്ളയെല്ലാം കൊടുത്തിട്ട് പോറ്റിയാൽ എപ്രകാരം ഉണ്ടാകും, ആ കോലത്തിൽ ഇതെന്താകും, അതിന് കൂത്തായിട്ട് കണക്കാക്കും. എന്നിട്ടോ ഫതംറുഖു അംസാല സിഹാമി, അമ്പുകളെ പോലെ അതെന്താ സ്പീഡിൽ ഓടുകയാണ്. അമ്പ ചെയ്താൽ അമ്പിന്റെ സ്പീഡ് എത്രയുണ്ട് അതുപോലെ. ഏത് കമ അംസാല സിഹാമി റമൈതഹ, ആ അമ്പുകളെ നീ എറിഞ്ഞിട്ടുണ്ട്. അന്നേരം ആ അമ്പുകൾക്ക് എത്ര സ്പീഡുണ്ട്, ആ രൂപത്തിൽ എന്താക്കും, സ്പീഡിൽ ഓടുന്നതാണ്. അതിന് വേറെ ഭക്ഷണം കഴിക്കലൊന്നും വേണ്ട, അത് തിന്നല്ല. എന്നിട്ടോ തെളിക്കാൻ വേണ്ടി ചിലപ്പോൾ ചാട്ടമാറാ കൈമലുണ്ടായിരുന്നു. ഈ ചാട്ട വേണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഷൗക്കുണ്ട്. എങ്ങനെയെങ്കിലും മദീനയിലേക്ക് എത്തിക്കിട്ടണം. ആ ഷൗക്കെന്താകും, ചാട്ടമാറിന് പകരം നിൽക്കുന്നതാണ്. ആ അടിക്കണ്ട. അതിൻ്റെ ചാട്ട, അടിക്കാനുള്ള ചാട്ട, അശ്വാക്കുഹ അതിൻ്റെ ഷൗക്കുകളാണ്. കുറെ ഒട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ പറയാ, അശ്വാക്ക് ജമ്മാക്കാണ്. അല്ല, ഹാലിനെ ജമ്മാക്കിലില്ല, സബറ് ജമ്മാക്കിൽ അസ്ബാർ എന്ന് പറയും ആരെങ്കിലും. ഹാല് ജമ്മാക്കൂല. ഏത് ഹാല്? നാവിൻ്റെ ഹാലല്ല ഈ പറയുന്നത്. അപ്പൊ അതിനെ തെളിക്കുന്ന ചാട്ടമാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ഷൗക്കാണ്. തിരിഞ്ഞില്ലേ? ഇനി ലൗ റഅയ്തഹ, നീ അതിനെ കണ്ടിരുന്നുവെങ്കിൽ എന്ന്. പക്ഷെ അതിന്റെ ജവാബ് പറയുന്നില്ല. നീ കണ്ടെങ്കിൽ എന്തായിരിക്കും അത്ഭുതം എന്നറിയോ? തഹിന്നു, അതിങ്ങനെ ആഗ്രഹം വെക്കുകയാണ്, മഹബത്ത് വെക്കുകയാണ്. വതബ്കി, എന്നിട്ട് കരയുകയും ചെയ്യുകയാണ്. എന്ന ആ അവസ്ഥ നീ കാണുകയാണെങ്കിൽ എന്തായിരിക്കും? വലൗ റഅ ഇദൽ മുജ്രിമു വന്നതിന് മുമ്പില്ലേ, വലൗ തറ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം, അവിടെ ജവാബ് കണ്ടില്ലല്ല. ഭയങ്കര അത്ഭുതമായിരിക്കും. എന്നിട്ടോ വഹിയ, ആ ഒട്ടകങ്ങൾ തുഹ്വീലിൽ മുസ്തഫ, തുഹ്വീന്ന് ഉസ്താദ് തൂന്ന് ലംബ് കൊടുത്തിട്ടാ കാണുന്നു. അത് മൂപ്പറ അറിയണ്ടാക്കൂലല്ല. തഹ്വി എന്ന് പറഞ്ഞാൽ തങ്ങളെ കൊള്ള ചായു കൊന്നു അല്ല മഹബത്ത് വെക്കുന്ന. ഹബാ യഹ്വി എന്ന് വെച്ചാൽ മഹബത്ത് വെക്കുന്നു, അങ്ങനെ അർത്ഥമൊക്കെ. തുഹ്വി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടത്തേക്ക് സ്പീഡിൽ ഓടിച്ചെല്ലുന്നു എന്ന് അർത്ഥം വെച്ച.
തുഹവി ബില്ലമ്മി ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മഹബത്ത് വെച്ചുകൊണ്ട് ഓടി ചെല്ലുന്ന അവസ്ഥയിൽ അത് കരഞ്ഞുകൊണ്ട് പോകുന്നത് നീയെങ്ങാനും കണ്ടെങ്കിൽ വലിയ അത്ഭുതമായിരിക്കും. എന്റെ അതെ തൂണാട് മുമ്പ് നന്നാക്കിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ എന്റെ യാത്രയെ പറയുന്നു. തമുറു كمربان تطير تلاسقا ويكسرنا أعواد الحنايا تلاسقا قطارا قطارا يزدحمن تلاعقا وأرجلها تبغي يديها تلاعقا وأكوارها تهتز من شدة العدو صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات تمر അതങ്ങനെ സഞ്ചരിക്കുകയാണ്. ഓടുന്ന് ആരന്മാർക്ക് ഇറബാന് കാക്കന്റെ മാതിരി നല്ലൊരു കാക്ക പറന്നിട്ട് ഇങ്ങനെ പോകുന്നതിനോട് ഉപമിച്ചതാണ്. തത്തീറു അത് പറക്കുകയാണ്. തലാസുക്ക എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കാലും ചേർത്ത് വെച്ചിട്ട് മറ്റേ ഒരിക്കൽ പൊന്തിച്ച് ഒരിക്കൽ വെച്ച് നമ്മൾ സാവധാനെ പോകും. അപ്പൊ കാല് പൊക്കുകയും ചെയ്തിട്ട് ആ രൂപത്തിൽ ഇങ്ങനെ പറക്കുകയാണ്. അതെവിടെയും കാത്തുക്കൂല, നേരെ എത്തല. അപ്പൊ ലസിക്ക എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ മാനിയാണ്. ആ സ്വാദും സായും ആയിരുന്നേ ഉള്ളൂ. വയക്കിസിർന അത് പൊട്ടിച്ചു കളയും. ആവാദൽ ഹനായ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകപ്പുറത്ത് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, ഇരിക്കാനും മറ്റേ കുഷിനാക്കിയിട്ട് പൊട്ടി. അതിനാണ് ഹനായ. ഹനീയത്തിന്റെ ജമ്മാണ് ഹനായ. ബലിയത്ത് ബലായ എന്ന് പറയും പോലെ. അപ്പം അതിൻ്റെ തൂണുകളൊക്കെ അതിൻ്റെ മരങ്ങളെന്താക്കിട്ട് പൊട്ടിച്ചു കളയും, തിക്കിത്തിരക്കിച്ച്. തലാസുക്കൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പറ്റി നിന്നുകൊണ്ട് ചേർന്ന് നിന്നിട്ട് എന്താണ് വെള്ളത്തോടെ ആളെ കയറ്റിട്ട് തിങ്ങുമല്ല. അതിപ്പോൾ അത് മരം തന്നെ പൊട്ടാൻ എടുത്തിട്ടുണ്ടെന്നായി. അതിൻ്റെ യാത്രയെ വർണ്ണിക്കുകയാണ്. കിത്താർ എന്ന് പറഞ്ഞാൽ എന്തായി, ചേർത്ത് വെച്ച വാഹനങ്ങൾക്ക് കിത്താർ എന്ന് പറയുന്നുണ്ട്. തീവണ്ടിക്ക് കിത്താർ എന്ന് പേരയില്ലേ. ഒരു കമ്പാർട്ട്മെന്റ് മറ്റേ കമ്പാർട്ട്മെന്റ് കൊളുത്തി നിലയാക്കിയിട്ടല്ലേ. ഇതേമാതിരി ഒരൊട്ടകത്തിന്റെ സംഘം, അതിന്റെ പിന്നാലെ വേറൊരു സംഘം, ഓരോ സംഘമായിട്ട് ഇങ്ങനെ നിരയായി എന്ന് പറയാം. നിരയായി യസ്ദഹിമിന അതിങ്ങനെ തിക്കൂട്ടുകയാണ്. തലാഴക്കൻ എന്ന് പറഞ്ഞാൽ ഒരു സാധനം എന്താ അതിന് മുമ്പുള്ളതിനെ നക്കുന്ന രീതിയിൽ അത്രയും ദൂരമില്ല. ലയക്കാന്ന് പറഞ്ഞാൽ നക്കി, അതുകൊണ്ട് നക്കി തോന്നുന്ന മരുന്നുകൾക്ക് ലവമുക്കെന്ന് വരുമെന്നല്ലോ. അപ്പൊ അതിന്റെ യാത്ര വർണ്ണിക്കുന്നു. അപ്പൊ തൽഹസു ബാദുഹ ബാദൻ എന്നായി. ഒന്ന് മറ്റേന്റെ പുറത്തിങ്ങനെ അതിന്റെ ബായ് മുട്ടിയിട്ട് നക്കുകയാണ്. ആ കോലത്തിൽ എന്താക്കും, കൂട്ടം കൊണ്ട് സഞ്ചാരമായിട്ട് ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നു. അർജുലുഹ അതിന്റെ കാല് പിന്നിലല്ലേ, തബിഅ കൈവച്ച സ്ഥലത്തേക്ക് എന്താക്കും ആഗ്രഹം. അതായത് ഇവിടെ കാല്, അപ്പൊ കൈവച്ച സ്ഥലത്തേക്ക് കാലെത്തണം. അത്ര സ്പീഡ്, ഇങ്ങനെ ചാട്ടം. തബിഅ തലാഹുക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനോട് ചേർന്ന് കൊണ്ടിട്ട് എന്നിട്ടോ അക്വാറുഹ ആ ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച തൊട്ടിയിലെ കൂർ അത് തഹ്തസ്സു അതിങ്ങനെ കുലുങ്ങുകയാണ്. മിൻ ശിദ്ദത്തിൽ അദ്വി, ഇവിടെ അദ്വാണ്, അതായ അദൂന മസ്ദറാണ് അദ്വ്. ചാട്ടത്തിന്റെ കാഠിന്യത്താൽ ഇതിങ്ങനെ വറക്കിയത്. ചുരുക്കത്തിൽ ആ പോക്കിനൊന്ന് വർണ്ണിച്ചത്. ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്ന അപ്പൊ എന്തിനായി പറക്കുന്നത്, എന്തിനായി പോകുന്നത്, അതെല്ലാം പറയും. ഇനി വതൈബത്തു لما فاح مسكا فضحوها
هبينا إلى ما حيث هبت رياحها وكم أيقنت في سيرها كم ربحوها ويشغلها بعد الغدو روحوها فلا شغل إلا بالرواح وبالغدو صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات وطيبة هذا طيبة مدينة المنورة لما فاح مسكن فواحها لما فاح فواحها مسكൻ എന്നുണ്ടാവും ലമ്മ ഫാഹ കാറ്റടിച്ച സുഗന്ധം അടിച്ചു വീശി ഫാഹ യഫൂഹു ഫവാഹുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണമടിക്കുന്ന കാറ്റ് മിസ്കൻ മിസ്കാൽ എന്നാക്കി മണമടിച്ചു വീശി. അപ്പോൾ ഈ മണ ആരിക്ക് ഈ ഒട്ടകത്തിനെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ ഹബൈന ഹബൈനയുടെ ദമീലെടുത്തേക്കാണ് ഒട്ടകത്തിലേക്കാണ് ജമ്മു മുഅന്നസാക്കിയത് ഹബൈന ഫഅൽന എന്ന് പറയുമ്പോലെ അതെന്താക്കും ആശ വെക്കുകയാണ് ഇലാ മാ ഹൈസു ഹബ്ബത് റിയാഹുഹാ ത്വയ്ബ ഷരീഫിലുള്ള കാറ്റ് എങ്ങനെയാണോ അടിച്ചത് ആ വഴിക്കേക്ക് എന്താക്കും ആശ വെച്ചിട്ട് അങ്ങോട്ടേക്ക് നീങ്ങിക്കളയും മണ്ണടിച്ചിട്ട്. നമുക്ക് മണ്ണടിക്കുന്നില്ലെങ്കിലും മൃഗങ്ങൾക്ക് അടിക്കുമെന്നാണ്. നമുക്കറിയാത്ത പലതും ഓർക്കറിയാം. എന്നിട്ടോ വക്കം അയക്കനത്ത് അത് എത്ര ഉറപ്പ് വരുത്തിയിട്ടുണ്ടെന്നറിയോ ആ താഴത്തേക്ക് ഒട്ടകങ്ങളിലേക്ക് ഫീ സൈരിഹ ഇതിന്റെ യാത്രയിൽ കം റബാഹുഹ ഇതിന്റെ ലാഭം എത്രയാന്ന് ആദ്യം ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഈ പോക്ക് പോയാൽ നമുക്ക് എന്തുമാത്രം ലാഭം കിട്ടുമെന്ന് അതാത് കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. നഷ്ടപ്പെടില്ല. പിന്നില്ല ദിബ് ലാഭ റബാഹന്റെ ജമ്മാന്ന് റബാഹുഹ അതിന് എത്രമാത്രം ലാഭം കിട്ടുമെന്ന് ആ യാത്രയിൽ അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. നഷ്ടപ്പെടുന്ന യാത്രയല്ല എന്നായി. ശരിയല്ലേ? എന്നിട്ടോ യുഷഗലുഹ അതിനെ ശുഗലാക്കും. അപ്പൊ ഇപ്പൊ അശകല യുഷഗലുഹ എന്ന് ഇവിടെ പ്രയോഗിച്ചത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ശകല തന്നെ എന്താകും മുത്താദ്യം ശകലത്തിന അൻവാലുന വ അഹ്ലുന സൂറത്തുൽ ഫത്ഹിലില്ലേ? അതാണല്ലോ വലാ തശഗൽ ബിഗൈരിക തുശഗൽ എന്ന് വായിക്കേണ്ട ആവശ്യം ഇതിലല്ലേ? ബദ്രമുലോദിലില്ലേ? വലാ തശഗൽ ബിഗൈരിക തഹ്ജുറു നഫാതു റബ്ബിൽ അർശി ഹഖൻ തക്സുറു ഫീ മൗളിഇൻ അസ്മാഉ ബദ്രിൻ തുൽകറു. എന്തൊരു ബലാഗത്തുള്ള ബൈത്ത്. അടുത്ത വശഗൽ വലാ തശഗൽ. അപ്പം ശകല തന്നെ എന്താണ് മുത്തഅദ്ദിയം. അശകല എന്നുള്ളത് മർജൂഹായ പ്രയോഗമാണ്. മുത്തഅദ്ദിയത്ത് പറയുമെങ്കിൽ എവിടെ ഉണ്ട്? വശകൽ ബിൽഇഅ്തിബാരി ഫിക്രി എന്നുള്ള ദുആയിൽ ദലായിലുൽ ഖൈറാത്തിന്റെ തിങ്കളാഴ്ചക്ക് തഹ്ദറോക്കി അല്ലാഹുമ്മ നവ്വിർ ബിൽ ഇൽമി ഖൽബി ദുആ. അവിടെ വലാ തശഗൽ അടാൻ മതാലിൽ മസറാത്ത് നോക്കിയാൽ കാണാം ശകല തന്നെ മുത്തഅദ്ദിയാണ്. അപ്പൊ അശ്ഗല പ്രയോഗിക്കൽ മർജൂഹായതാണ്. എന്ത് ഓർമ്മയാണ് 50 കൊല്ലം മുമ്പ് നോക്കിയതാണ്. അതായിക്കട്ടെ. അപ്പൊ വൈശകലുഹാന്നും വായിക്കാം യുഷകലുഹാന്നും വായിക്കാം. അതിനെ ശുഗലാക്കും ബഅദൽ ഗുദുവി രാവിലെ പോയതിന് ശേഷം റവാഹുഹ വൈകുന്നേരം പൂക്കും. കാരണം ഉച്ച സമയത്ത് പൊതുവെ യാത്ര ചെയ്യൂല. ഒന്നിക്ക് രാവിലെ യാത്ര തുടങ്ങിയിട്ട് വെയിൽ ചൂടാകുന്നവരെ യാത്ര ചെയ്യും. എന്നിട്ട് റെസ്റ്റ് എടുക്കും. എന്നിട്ടോ സൂര്യൻ താണ്ടാകുമ്പോൾ അത് റവാഹ്. അപ്പൊ ഖുദുവിന് ശേഷം റവാഹ് അതിനെ ശുഗലാക്കി എന്ന് പറഞ്ഞാൽ 2 നേരം പൂക്കുണ്ട് എന്നായി അല്ലേ? ഫലാ ശുഗൽ അതിന് വേറെ ഒരു പണിയുമില്ല. ഇല്ല ബിർ റവാഹി രാവിലെ പോക്ക് വബിൽ ഖുദുബി വൈകുന്നേരം പോക്ക് കൊണ്ട് വേറെ ഒരു പണിയില്ലല്ല. ആടെത്തലല്ല മഖ്സൂദ്.
അപ്പം രാവിലെ പോക്ക് വൈകുന്നേരം പോക്ക്, രാവിലെ പോക്ക് വൈകുന്നേരം പോക്ക്, ഒറ്റ ദിവസം കൊണ്ട് എത്തൂലല്ലോ. അക്കാലത്ത് ഒരാഴ്ചൻ്റെ സഞ്ചാരമാവട്ടെ, ഇപ്പം 5 മണിക്കൂർ കൊണ്ട് എത്തുന്നു. മെട്രോ വന്നപ്പോൾ 1.5 മണിക്കൂർ. മെട്രോ ഇല്ല, ബസ്സിന് 5 മണിക്കൂർ എവിടെ നിർത്താണ്ട് പോയാൽ. പക്ഷെ അത്ര സ്പീഡ് എടുക്കൂലല്ലോ ഇപ്പോൾ. 100 സ്പീഡിലേക്ക് കൺട്രോൾ ആക്കിയില്ലേ. 7 ദിവസം 8 ദിവസം പോകണം. അതുകൊണ്ടാണല്ലോ റബീഉൽ അവ്വൽ 1 വ്യാഴാഴ്ച പുറപ്പെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഹിജ്റക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്ത വ്യാഴാഴ്ച എത്തണം അടുത്തേക്ക്, മദീനയിലേക്ക്. അപ്പം ഇടയിൽ വെച്ചിട്ട് ഗാറ് സൗരിൽ കയറൂ എന്നുള്ള പ്രതീക്ഷ ആയിരിക്കില്ല മദീനക്കാരായ അൻസാരിമാർക്ക് റളിയല്ലാഹു അൻഹു ഇല്ല. അപ്പോൾ അവർ എന്താക്കും, വ്യാഴാഴ്ച വരുന്നതിന് മുതലേക്ക് ആക്കാൻ തുടങ്ങി. ഇന്ന് വരുമെന്നിട്ട് എന്നിട്ട് കാത്തിട്ട് അപ്പം എന്തുവെല്ലാം പോയി ശനിയാഴ്ച ഒരു ഞായറാഴ്ചയും പോയിട്ട് തിങ്കളാഴ്ചക്ക് ദുഹാ വക്തിനാണ് നടത്തുന്നത് മദീനയിൽ. അപ്പം ഈ ഇടവേള എവിടെ പോയി? ഗാറ് സൗറിൽ. അപ്പോൾ ഒരാഴ്ചൻ്റെ യാത്ര പോകണം. അപ്പം ഇത് മനസ്സിലായില്ലേ? ഇനി പാടിപ്പോ وتعشيق من مذ جاءنا الحق حصحصا فتهدي بها للمصطفى صاحب العصا وتشتاق من فيه سباح الحصى وفاض بها ماء لأصحابه مرضي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അപ്പൊ ഒട്ടകത്തിനെ തെളിക്കുന്ന ചാട്ട വേറെ വേണ്ട, അതിന് ഷൗക്കുണ്ട്, അത് ഒഴിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ മുകളിലൊരു ഭാരം കയറ്റി വെക്കണ്ടേ, അതിൻ്റെ മുകളിൽ ചരക്കുണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞു വഹ്മാലുഹ, അത് വഹിച്ചിരിക്കുന്ന ചരക്കെന്താണെന്നറിയോ? ഔസാറുന, നമ്മൾ ചെയ്ത കുറ്റങ്ങളാണ്. നമ്മളെ കൂടെ നമ്മളെ കുറ്റവും പേറിയിട്ടാണ് പോന്ന്. അപ്പോൾ ഈ കുറ്റം അടുത്തേ കിട്ടിക്കൊണ്ട് പോന്ന് കൈ തമഹസ, അതെല്ലാം എന്താക്കണം, പൊറപ്പിക്കപ്പെടണം. ആടെ കൊണ്ടിട്ട് എന്താക്കാം, തൗബ ചെയ്തിട്ട് എല്ലാം അത് ഒഴുക്കി വിടണം എന്നാണ്. കൈ തമഹസ വലിയ മഹിസ മാഫി, നിങ്ങളെ കൽബിൽ ബാധിച്ച എല്ലാ ദുഃഖങ്ങളും ദൂരീകരിച്ചോളണമെന്നല്ലേ. അപ്പോൾ ആ ദോഷങ്ങളെല്ലാം എന്താക്കണം, പൊറുക്കണം. ഞാൻ തന്നെ ഓതിയില്ലേ, വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അപ്പോൾ ആയത്തിൻ്റെ നഫ്സിൻ്റെ ബുറൂദ് എവിടെയാണ്? മുനാഫിഖീങ്ങളുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഔലാഖിയാസാക്കുക. ഇത്രയും കുണംകെട്ട മുനാഫിഖീങ്ങൾക്ക് പോലും ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടുമെങ്കിൽ നമുക്ക് ഔലാഖിയാസ്, അതിന് ദലാലത്തിൻ്റെ അതൊക്കെ മെഞ്ഞാന്ന മോദിനല്ലോ, അതാണ് ഇപ്പം ആരും പറയുന്നില്ല. അപ്പം നമ്മുടെ ദോഷങ്ങളെല്ലാം അതിൽ നിന്ന് എന്താക്കണം, ഒഴിഞ്ഞ് ഉതിർന്ന് പോകാൻ വേണ്ടിയിട്ട് ആ ദോഷങ്ങളാണ് അതിൻ്റെ പുറത്തുള്ള ചരക്ക്. എന്നിട്ടോ ആഷിക്ക യഅ്ശഖു എന്നാണ് സാധാരണ പറയുക. കൊല്ലുമായി യഅ്ശഖു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഷിക്ക യഅ്ശഖു ആരെ? മൻ, ഒരാളെ. അതാരാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒട്ടകങ്ങളെ ഒരാൾ. മുർജാഅന, ആ നബി വന്ന മുതൽ ഹസ് ഹസൽ ഹക്കു, ഹക്ക് വളരെ വെളിപ്പെട്ടു. ഇഞ്ചല, ഹക്ക് വളരെ വെളിപ്പെട്ട് ആ നബി വന്നത് മുതൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് മുതൽക്ക് തന്നെ ഹക്ക് വെളിപ്പെട്ടു. അങ്ങനെയുള്ള നബിയോട് അത് ഇഷ്ക് വെക്കുകയും ചെയ്യുന്നു. ആര്? ഒട്ടകം. എന്നിട്ടോ ഫതഹ്വി ബിഹാ ദിൽ മുസ്തഫ സാഹിബിൽ അസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള 201 പേരിൽ കാണാൻ സാഹിബുൽ അസ, വടിയുള്ള ആൾ. എല്ലാ അമ്പിയാക്കൾക്ക് ഒരു വടിയുണ്ടെന്നോ, അത് മുസ്തഹബുണ്ടല്ല. അപ്പോൾ സാഹിബുൽ അസ ആയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എന്താക്കുന്നു?
അതിങ്ങനെ പോവുകയാണ്, ലക്ഷ്യം വെച്ചുകൊണ്ട് പോവുകയാണ്. എന്നിട്ടോ വതസ്താക്കു, അത് ഷൗക്ക് വെക്കുകയും ചെയ്യുന്നു. ഇഷ്കും ഷൗക്കും തമ്മിൽ വ്യത്യാസമെല്ലാം പണ്ട് നമ്മൾ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. മഹബത്തിന്റെ സ്റ്റേജ് നമ്മളിപ്പോൾ പുതിയ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. മൻ, ഒരു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനത്തെ നബി, സബ്ബഹൽ ഹസാഫി കഫിഹി, അവിടുത്തെ കയ്യിൽ വെച്ചിട്ട് ചരൽ കല്ല് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. ആ നബിയിലേക്ക് എന്താക്കും, ഈ ഒട്ടകം ഷൗക്ക് വെക്കുകയാണ്. തസ്ബീഹ് ചൊല്ലി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിയിരുന്നു. അപ്പം അത് ആവർത്തനം കേന്ദ്രത്തിൽ ഒഴിവാക്കിയെന്നിട്ട് കുറച്ച് കൂടുതൽ പഠിക്കാൻ വേറെ കഴിയുമല്ലോ. ഒന്നും മദഹിൽ ആവർത്തനം നോക്കണ്ട, മദഹിൽ എപ്പോഴും തന്നെ പറയല്. എന്നിട്ടോ അപ്പോൾ ഒരു മോചിതത്തായി. വഫാദ ബിഹ, ആ കഫിൽ വെച്ചിട്ട് ഒഴുകിയിട്ടുണ്ട്. മാഉൻ, വെള്ളം ഒഴുകിയിട്ടുണ്ട്. അതെത്രയോ കണ്ടല്ലോ, നൂറുകണക്കിന് റിവായത്തുണ്ടെന്നാണ് അതിനെപ്പറ്റി. വെള്ളം ഒഴുകിയതും തക്സീറു താമിൻ്റെ വിഷയത്തിൽ അത് എത്രയോ ഉണ്ട്. ആർക്കുള്ള വെള്ളം, മുർവീലി അസ്ഹാബിഹി റളിയല്ലാഹു അൻഹും, അസ്ഹാബിമാർക്ക് ദാഹം തീർക്കാൻ ആവശ്യമായ വെള്ളം ആ കയ്യിൽ നിന്ന് ഒഴുകിയിട്ടുണ്ട്. അങ്ങനെയുള്ള കൈയുടയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഇഷ്ക് വെച്ചും ഷൗക്ക് വെച്ചുമാണ് ആ ഒട്ടകം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായില്ലേ? ഇനി മുഅ്ജിസാത്തുണ്ടോ? വറദ്ദ يدا بانت وفيها انسحابات وعرجولة سيفا ومنها اصطحابات وقد شبعت من كف تمر صحابات وظل له من حال شمس سحابات فسيروا وتلبي أينما أحمد يلبي صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. صلاة. ഇനി ഓരോ മോചിതാത്തിങ്ങനെയുണ്ടെന്നതാ, കുറേ ഉണ്ട്. വറദ്ദ യദൻ, ഒരു കയ്യിനെ മടക്കി, അതായത് അതിൻ്റെ സ്ഥാനത്തേക്ക്. എങ്ങനത്തെ കൈയാണ്? ബാനത്ത്, അത് എൻ്റെ ജോയിൻ്റിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്, അകന്ന് കൈമെന്ന ജോയിൻ്റ് ഇളകിപ്പോയി. അങ്ങനത്തെ കയ്യിനെ മടക്കി. എത്തരത്തിൽ? വഫീഹ, ആ കയ്യിലുണ്ട് ഇസ്തിഹാബത്തുൻ, തൊലിയുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. മറ്റം നിലത്തുകൊണ്ടില്ല, തൊലിയിലിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അങ്ങനത്തെ കയ്യിലെന്താക്കി തങ്ങൾ അതാ സ്ഥാനത്തേക്ക് മടക്കി കൊടുത്തു. ഇതെവിടെ നോക്കിയിട്ടാണ് മുപ്പത് പറയുന്നത്? വഅഖറജഹൽ ഇമാമുൽ ബൈഹഖി റളിയല്ലാഹു അൻഹു അൻ ഹബീബ് ബിൻ യസാബ് റളിയല്ലാഹു അൻഹു ഖാല ശഹിദ്തു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശ്ഹദൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞാൻ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. എന്നിട്ടോ ഫഅസാബത്നി ലർബത്തുന്നല ആതിഖി, എൻ്റെ പുറത്ത് ഒരു വെട്ട്, ഒരു കൊത്തുണ്ടല്ലോ, അത് ബാധിച്ചു. ഫതഅല്ലഖത് യദി, അതെന്താക്കി ആ ലർബത്ത് പോയിട്ട് എനിക്ക് കൈമലേക്കാണ് തട്ടിയത്. അപ്പം ഫഅതൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പോയിട്ട് ഫതഫല ഫീഹാ, തങ്ങൾ അതിൽ തുപ്പി. വഅൽസഖഹ, അതിനെന്താക്കി യഥാസ്ഥാനത്തേക്ക് ചേർത്ത് വെച്ച്. ഫൽതഅമത്, അപ്പം തന്നെ മുറി കൂടുകയും വബരിഅത്, എന്തായി? സുഖപ്പെടുകയും ചെയ്തു. വഖതൽതുല്ലദി ലറബനി, എന്നെ കൊത്തിയാളെ ഞാൻ എന്താക്കി കത്തലും ചെയ്തു. അപ്പം മൂപ്പർ അവിടെ നോക്കി ഒറ്റ വരിയുണ്ടെങ്കിൽ തീർത്തില്ലേ. അപ്പം എത്രത്തോളം ഈ വിഷയത്തിൽ ആ മുസന്നിഫിന് ഇത്തിലാണ്ട് എന്നാണ്. അതൊക്കെയാ വലിയ അജബ്. അപ്പം ആ ഹദീസാണത്.
അതല്ലേ അത് പറയും, അത് തന്നെ സംഭവം കൊണ്ട് പറയില്ല. അതിൽ കുറേ കൂട്ടത്തിലൊന്നും കുറച്ച് അതേ ബാബ് കൂട്ടുന്നുണ്ട്. അവിടെ വറബൽ ഇമാമുൽ ബുഖാരി ഫി സഹീഹിഹി അനിൽ മക്കി ബിൻ ഇബ്രാഹിം قال حدثني يزيد بن أبي عبيد قال رأيت أثر ضربة بساق سلمة بن الأكوع رضي الله عنه. അപ്പോൾ ഇമാം ബുഖാരി തങ്ങളിൽ നിന്ന് എത്ര ആളുണ്ട് നോക്കിയിട്ട്, ഒന്ന് മക്കി ബിൻ ഇബ്രാഹിം, ഹദ്ദസനി യസീദ് ബിൻ അബി ഉബൈദ്, രണ്ട് റഅയ്തു അസറ ലർബത്തി അതാണ് ബിസാഖി സലമത്ത് ബിൻ അക്വയുടെ അടുത്തേക്ക്, രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ ആളെത്തുമ്പോൾ അതിനാ സുലാസിയാത്തുൽ ബുഖാരി എന്ന് പറയും. ബുഖാരി ഇമാമ് 3 വ്യക്തിനെ കൊണ്ടെന്താക്കി ഹദീസ് റിവായത്ത് ചെയ്തു. സനദിൽ വളരെ ആൾ കുറവ്. അപ്പോൾ സൽമത്തിലേക്ക് എത്തി, സഹാബിയല്ലേ. അവർ പറയുന്നു, ഞാൻ ഓരോ തണ്ടൻകാലിൽ ഒരു ബെട്ടിൻ്റെ അടയാളം കണ്ടു. അതെ സൽമത്ത്. ഫഖുൽതു യാ അബാ മുസ്ലിം മാ ഹാദിഹി ലർബ, ഈ എന്താണ് ഈ ബെട്ട്? ഖാല ഹാദിഹി ലർബത്തുൻ അസാബത്നി യൗമ ഖൈബർ, ഖൈബറിൻ്റെ ദിവസത്തിൽ എനിക്ക് ഏറ്റ ഒരു മുറിയാണ്. ഫഖാല അന്നാസു ഉസീബ സലമ, എല്ലാവരും പറഞ്ഞ സലമ മരിച്ചുപോയി, അത്ര മാത്രമുള്ള ഭയങ്കര ബെട്ടായിരുന്നത്. ഫഅതൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കലേക്ക് ഞാൻ പോയിട്ട് പറഞ്ഞപ്പോൾ ഫനഫസ ഫിഹാ സലാസ നഫ്സാത്തി, 3 ഊത്തൂതി, മന്ത്രിക്ക് നൂത്തില്ലേ. ഫമഷ്തകൈതുഹ, പിന്നെ അതിന് വേദന ഉണ്ടായിട്ടില്ല. ഹത്ത സാഅ, ഈ സമയം വരെയും അവിടെ എന്തില്ല, വേദനയില്ല എന്ന് സലമത്ത് പറഞ്ഞു. ഇതിന് പറഞ്ഞു ഹാദാ മിൻ സുലാസിയാത്തിൽ ബുഖാരി, അതിപ്പം പറഞ്ഞല്ലോ, ബുഖാരി ഇമാമ് 3 ആളെ കൊണ്ട് റിവായത്ത് ചെയ്ത ആ സനദാണത്. അപ്പോൾ അത് കഴിഞ്ഞ് വഫി ഷിഫാഇ, ഷിഫ ഏതാന്ന് കാണുന്നു കഴിഞ്ഞാൽ അതിൻ്റെ വറുമിയ കുൽസൂമ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യൗമ ഉഹദിൻ ഫീ നഹരിഹി, കുൽസൂമ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ മൂപ്പറെ കഴുത്തിൽ ഒരു വെട്ടേറ്റ്. ഫബസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി, അവിടെ തങ്ങളെന്താക്കി, ഒന്ന് തുപ്പി, ഐ ഫീ നഹരി മഹല്ല് ജറാഹത്തി, ആ മുറി ബാധിച്ച സ്ഥലത്തും ഫബരി ആ, അപ്പം തന്നെ അത് സുഖപ്പെട്ടു. പിന്നെ വറവത്തബ്റാനി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തഫലല ഷജ്ജത്തി അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടായിരുന്നു. അവിടെ തങ്ങൾ തുപ്പിയപ്പോൾ ഫലം തമിദ് എന്ന് പറഞ്ഞാൽ ലം യബ്ക ഫിഹാ മുദ്ദത്ത് ഓ കൈഹുൻ, അതിൽ നിന്ന് നീരൊലിക്കലോ ചലമൊലിക്കലോ ഒന്നുമില്ലാതെ കണ്ട് അത് സുഖപ്പെടുകയും ചെയ്തു. വറവ അബുൽ ഖാസിമിൽ ബഗവി ബി ഇസ്നാദിഹി അൻ മുആവിയത ബിനുൽ ഹകം റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല കുന്നാ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യാനി ഫി ഗസ്വത്തിൽ ഖന്ദഖി, അത് ഹദീസിലല്ല, അത് വ്യാഖ്യാനം കൊടുത്തത്. ആര് പറയുന്നത്? മുആവിയത്ത് ബിനുൽ ഹകം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിരുന്നു എന്ന് എവിടെയായിന്ന് കിട്ടിയിട്ടില്ല. അതിനാ പറയുന്നത് യാനി ഈ ഗസ്വത്തിൽ ഖന്ദഖ് യുദ്ധത്തിലായിരുന്നു. അത് എവിടുന്ന് കിട്ടിയെങ്കിൽ കമാകാല സുയൂത്തി ഇമാം പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഫാൻസ അഖി അലി ബിൻ ഹകം ഫറസല്ലഹുൽ ഖന്ദഖ്, അങ്ങനെ എൻ്റെ സഹോദരൻ എന്താക്കിയെന്നറിയാം, അലി ബിനുൽ ഹക്കം ഉണ്ട്, മുആവിയൻ്റെ മറ്റേ ഭരണാധിപനായ മുആവിയല്ല, മുആവിയത്ത് ഹക്കമാണ്. ഖന്ദക്കിലേക്ക് എന്താക്കി അടിച്ചപ്പോൾ ഫഅസാബ റിജ്ലഹു ജിദാറുൽ ഖന്ദഖി, ഖന്ദക്കിൻ്റെ ചുമരുണ്ടല്ലോ അതിൻ്റെ ഭിത്തി, അതിലടിച്ചപ്പോൾ ഫദക്കഹ, കാലിന് പൊട്ടുവെച്ച്. ഫഅതൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കിലേക്ക് പോയിട്ട് ഒമാസല അൻ ഫർസി, കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അപ്പം എന്താക്കി മസഹലഹു, തങ്ങളെന്താക്കി അതിന് തടകി കൊടുത്തപ്പോൾ വഖാല ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് തടകിയത്. ഫമാ ആദാ ഷൈഉൻ,
അന്ന് മുതൽ അവിടെ ഒരു വേദനയോ ഒരു പ്രശ്നങ്ങളോ എനിക്ക് ബുദ്ധിമുട്ടാക്കാറില്ല. വലക്കത് അദ്ദ അബുൽ ഹാത്തിമിൽ ബഗവി ഫിസ്തിഖാത്ത്, ഇവിടെ അബു ഹാത്തിമിൽ ബഗവി അവര് ഹദീസിന്റെ വിശ്വാസയോഗ്യനായ ആളാണ്. വറവ ഇബ്നു ഇസ്ഹാഖ വഗൈറുഹു അന്ന മുആദ് ബിൻ അഫ്റാ റളിയല്ലാഹു അൻഹു ഖുതിഅത് യദുഹു യൗമ ബദരിൻ. ആരാതാണ്? മുആദ് ബിൻ അഫ്റാ റളിയല്ലാഹു അൻഹുവിന്റെ ബദർ യുദ്ധത്തിന് മൂപ്പരെ കൈ മുറിക്കും യുദ്ധത്തിലേറ്റിട്ട്. ഫജാഅ ബിഹാ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് തന്നിട്ട് ഫബസക അലൈഹ തങ്ങളതിൻ്റെ മേൽ തുപ്പിട്ട് വൽസഖഹ അത് യഥാർത്ഥ സ്ഥാനത്തേക്ക് ചേർത്ത് വെച്ചിട്ട് ഫലസിഖത്ത് അത് ജോയിൻ്റായി. ഇത് കമാക്കാനത്ത് നേരത്തേക്ക് എങ്ങനെയുണ്ടാകും അതുപോലെയായി. അപ്പം തത്തുല്യമായ മറ്റൊരു റിവായത്തായി ബി ബറക്കത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വറവ ഇബ്നു ഇസ്ഹാഖ അന്ന ഖുബൈബ് ബിൻ ഇസാഫ് അതിപ്പം പറഞ്ഞതല്ല. ഇപ്പല്ലേ ഖുബൈബ് ബിൻ ഇസാഫ് അതാ ഉസൈബ യൗമ ബദ്രിൻ ബിളർബത്തി സൈഫിൻ അലാ ആതിഖിഹി ആതിഖിലാന്ന് വെട്ട് കിട്ടിയത് ഹത്താ മാല ശിഖുഹു അവരെ ഒരു ഭാഗം ചെരിഞ്ഞു പോയി എന്നാണ് വെട്ടിയിട്ട്. ഫറദ്ദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെന്താക്കി പൂർവ്വസ്ഥാനത്തേക്ക് വെച്ച് വതഫൻ അഫസ അലൈഹി അതിനെ നമ്മൾ ഊതുകയും ചെയ്തു. വസഹ അത് സഹീഹാബ് സുഖപ്പെട്ട്. വറവൽ ബൈഹഖി വൻ നസായി വത്തയാലിസി ബിസ്നാദിൻ സഹീഹിൻ അന്ന ഈ പഴയ എത്താണ്ട് വായിക്കാൻ കിട്ടുന്നില്ലപ്പോൾ ഇന്ന ഖദിറൻ ഇൻകഫഅത അലാ ദിറായി മുഹമ്മദ് ബിൻ ഹാത്തിമിൽ ജുമഹി വഹുവ തിഫ്ലുൻ. മുഹമ്മദ് ബിൻ ഹാത്തിമിൽ ജുമഹി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായ കാലത്ത് തിളക്കുന്ന ഒരു പാത്രം മൂപ്പറമേൽ വീണുപോയി, കൈപൊള്ളി. ഫമസഹ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തടകുകയും വദഅ ലഹു അവർക്ക് വേണ്ടി ദുആ ചെയ്തു. വതഫല അലൈഹി ഫബരിഅ ലിഹീനിഹി പിന്നെ പൊള്ളലോ വേദനയോ ഒന്നുമില്ലാതെ ആ നിമിഷത്തിൽ തന്നെ സുഖപ്പെടുകയും ചെയ്തു. എന്താ അങ്ങനെ ആ വിഷയത്തിലുള്ള കുറേ റിവായത്തുണ്ട്. അപ്പോൾ നമുക്ക് ബർക്കത്തിന് ആക്കാമെന്നല്ലാണ്ട് എല്ലാം ഉദ്ധരിച്ചാൽ നമുക്ക് വേണ്ട തന്നെ. പക്ഷെ നമുക്ക് അപ്പോൾ എവിടെ നമ്മുടെ പാട്ടെത്തിയേ വറദ്ദ യദംബാനത്ത് വഫീഹൻസിഹാബത്തുൻ എന്ന് പറഞ്ഞാൽ പച്ച വിട്ടിട്ട് അകന്നിട്ടില്ല, തോലിൻ്റെ മേലെ എന്താകുന്നു താലുക്കും ബിൽ ജിൽദ് എന്നാണ് ഇൻസിഹാബത്തിൻ്റെ മോനെ വിട്ടു. ഇനി രണ്ടാമത്തത് വഉർജൂനതൻ സൈഫൻ. ഉർജൂനത്ത് എന്ന് പറഞ്ഞാൽ ഇത്തപ്പം രണ്ടൊരു കൊള്ളി, സൈഫൻ അത് വാളാക്കി. അത് നമ്മൾ മുമ്പ് ബദർ യുദ്ധത്തിൽ ഓതിയിട്ടുണ്ടായിരുന്നു. അന്നേരം ബർക്കത്തിനൊന്നും നോക്കലല്ലേ അല്ലേ. അത് ബദർ യുദ്ധത്തിൽ പറ്റില്ല നോക്കാം, എല്ലാം ബിൽവല്ല അവകാശ. وروى الإمام أحمد رضي الله عنه عن أبي سعيد الخدري رضي الله عنه أنه صلى الله عليه وسلم أعطى قتادة بن النعمان رضي الله عنه എന്ന് തങ്ങൾ കൊടുത്തു. വഖദ് സല്ല മഅൽ ഇശാഅ തങ്ങളോടൊപ്പം മൂപ്പർ ഇശാ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഫീ ലൈലത്തിൻ മുദ്ലിമത്തിൻ മുതീറത്തിൻ ഭയങ്കരമായ മഴയും ഇരുട്ടുമുള്ള ഒരു രാത്രിയാണ്. എന്താ കൊടുത്തത്? ഉറുജൂനത്തൻ്റെ ഒരു കൊള്ളി കൊടുത്തു. ഇത് വക്കാലിലെ ഖതാദിനോട് പറഞ്ഞു ഇന്ത്യയിലേക്ക് മിഹി നീ അതുമായിട്ട് പോയിക്കോ. ഫഇന്നഹു സയുളീഉ മിൻ ബൈനി യദൈക അശ്റൻ വമിൻ ഖൽഫിക അശ്റൻ അത് പ്രകാശിക്കും. നിൻ്റെ മുമ്പിലുള്ള പത്താക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കും, നിൻ്റെ പിന്നിലുള്ള പത്താക്കും എന്താക്കും വെളിച്ചം കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു. ഇതാ ദഖൽത ബൈതക നീ പൊരയിലെത്തിയാൽ ഫസതറ സവാദൻ ഒരു കറുത്ത സാധനം കാണും. എന്താക്കണം? ഫളിബ്ഹു അതിനെ ഈ വടി കൊണ്ട് അടിക്കണം. എന്താ സാധനം എന്നറിയോ? ഹത്താ യുഖ്റജ അത് പുറത്ത് പോകുന്നത് ഒരു അടിക്കുക. ഫഇന്നഹു ശൈത്താൻ അതൊരു ശൈത്താനാണ്.
അടിച്ചോടിക്കൊണ്ടു. ഫന്തലക ഖത്താദ മൂപ്പർ പോയി. ഫലാലഹുൽ ഉറുജൂൻ, അത് പ്രകാശിച്ചു. ഹത്താ ദഖല ബൈതഹു, പുരയിലെത്തുന്നത് വരെ. വജദ സവാദ, ഒരു കറുത്ത സാധനം കാണുമെന്ന് പറഞ്ഞല്ലോ. അതിനെ ഫളറബഹു ഹത്താ ഖറജ മിൻ ബൈതിഹി, പുരയിന്ന് ആട്ടി ഇറക്കുന്നത് വരെ അടിയം കൊടുത്ത് കമാ അഖബറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ചെയ്തു. അതിനെ തുടർന്നാണ് പറയുന്നത് വറവൽ ബൈഹഖിയ്യു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫഅ ലിയുകാശത്ത് ബിൻ മുഹ്സൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത് ജദല ഹതബിൻ, ഒരു കത്തിക്കാൻ പറ്റിയ വിറകിൻ്റെ ഒരു കൊള്ളി. പിന്നെ വഹുവ ഊദുൻ ഖലീലുൻ, ഒരു കടുപ്പമുള്ള ഒരു കൊള്ളിയാണ്. ആ അസലുമിൻ ഉസൂലി ഷജരി, അല്ലെങ്കിലോ മരത്തിൻ്റെ ഉസൂലിന് ഹീനങ്കസറ, പൊട്ടിക്കുമ്പോൾ എപ്പോഴാണ് കൊടുത്തത്? സൈഫ് എപ്പോഴും ഹീനങ്കസറ സൈഫഹു യൗമ ബദർ, ബദറിൻ്റെ ദിവസത്തിൽ മൂപ്പറ കയ്യിൽ നിന്ന് വാള് പൊട്ടിപ്പോയി, ആ ലക്കാശൻ്റെ. അങ്ങനെയാണ് ഈ ബറൈൻ്റെ ഉള്ളി കൊടുത്തത്. എന്നിട്ട് വക്കാല ഇദ്രിബ്ബിഹി, ഇതുകൊണ്ട് യുദ്ധം ചെയ്തു. പിന്നെ പേതി അക്ഷരമില്ലാതെ ഫാദഫി യദിഹി സൈഫൻ, മൂർപ്പറ കയ്യിൽ അത് വാളായിട്ട് മാറി. പവീലൽ കാമത്ത് അബിയദൽ ലൗനി ഷദീദൽ മത്ത്, അതിൻ്റെ വാക്ക് നല്ല മൂർച്ചയുമുണ്ട്, തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, വെള്ളക്കടൽ തിളങ്ങുന്നു, നീണ്ട ഒരു വാളായിട്ട് മാറി. എന്നിട്ടോ കവിയൽ ജിർമി, നല്ല കെട്ടുറപ്പുണ്ട്, സലിബൻ, അതൊന്നും പൊട്ടിപ്പോകാത്തത്. ഫഖാതല ബിഹി, അതുകൊണ്ട് ബദറിൽ യുദ്ധം ചെയ്തു. സുമ്മലം യസൽ ഇൻദഹു, മൂപ്പർ അത് കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു. യശ്ഹദു ബിഹിൽ മവാഖിഫ്, എവിടെ യുദ്ധത്തിന് പോകും അതെല്ലാം കൊണ്ടുപോകും. ഇല അനിസ്തുഷ്ഹിദ ഫി ഖിതാലി അഹ്ലി റിദ്ദ, യുദ്ധത്തിൻ്റെ ഹലകാര യുദ്ധം ചെയ്തില്ലേ എവിടെ? സിദ്ദീഖ് തങ്ങളുടെ കാലത്ത്. അന്ന് ഷഹീദാകുന്ന വരെയും ആ സാധനം മൂപ്പറ കയ്യിലുണ്ടായിരുന്നു. വക്കാന ഹാദ സൈഫ് യുക്കാലു ലഹുൽ ആവുൻ, ആ സൈഫിന് ആവുന് എന്നാണ് പേര് പറയപ്പെടൽ. വറവാ അഹ്ലു സിയരി വൽ ബൈഹഖിയ്യു വബിനു അബ്ദുൽ ബർരി ഫിൽ ഇസ്തിആബി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫഅ ലി അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ്, അബ്ദുല്ലാഹ് ബിൻ ജഹ്ഷ് തങ്ങൾക്ക് കൊടുത്തു യൗമ ഉഹദിൻ്റെ ദിവസം. വഖദ് ദഹബ സൈഫുഹു, മൂപ്പറ ബാൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്താ കൊടുത്ത? അസീബ നഖ്ലി, ഈത്തപ്പനൻ്റെ ഒരു തണ്ട്. ഫറജഅ സൈഫൻ, അത് വാളായിട്ട് മാറുകയും ചെയ്തു. വഖിസ്സത്തു ഷാത്തി ഉമ്മമാബദ്, അത് പിന്നെ ഹിജ്റയല്ലേ. അപ്പം ചുരുക്കത്തിൽ ഇപ്പം എത്രയായി? 2-3 കിസ്സത്തിലും. അത് ഉഹദിൽ വേറുണ്ട്, ഇവർക്ക് ബദറിലുള്ള. അതാണ് ഉറുജൂനത്തൻ സൈഫൻ, ഈത്തപ്പനയുടെ കൊള്ളി വാളാക്കി. എത്തരത്തിൽ വമിൻഹ, ആ ഉർജൂനത്തിനാലുണ്ട് ഇസ്തിഹാബത്തുൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസുലിനായിട്ട് തന്നെ ബന്ധമുണ്ട്. അതായത് കാഴ്ചക്ക് മരത്തിൻ്റെ കൊള്ളിയാണ്, ഉപയോഗത്തിലോ അത് വാളായിട്ട് ഉപയോഗിച്ചു എന്ന്. ഇസ്തിഹാബുൽ ലിൽ അസ്ലി, അസ്ലേതാണ് മരത്തിൻ്റെ കൊള്ളി. അപ്പോൾ യുഫ്അലു ബിഹാ കമാ മാ യുഖാലു ബിസ്സൈഫി, അപ്പോൾ ഒറിജിനൽ വാള് കൊണ്ട് ചെയ്യാവുന്നതെല്ലാം അതുകൊണ്ട് ചെയ്തു ഉസ്താദിൻ്റെ ഷർഹാനത്. പിന്നെ മറ്റൊന്ന് ഇസ്തിഹാബുൽ അസ്ലി ബിശ്ശക്കിലി, ശക്കിലിൽ ആദ്യത്തെ മരത്തിനോട് സാദൃശ്യമുണ്ട് എന്നും മുപ്പർ പറഞ്ഞിട്ട് ഇതിലില്ല, അവിടെ തീർന്നു. അത് മനസ്സിലായില്ല. ഇനി 3 വഖദ് ശബിഅത് മിൻ കഫി തംറിൻ, ഒരു കയ്യിലൊതുങ്ങുന്ന കാരക്ക അല്ലെങ്കിൽ ഇത്തപ്പെടുത്തോ, അതുകൊണ്ട് വിശപ്പ് മാറ്റി. സഹാബത്തുൻ റളിയല്ലാഹു അൻഹു ഒരു പടി കാരക്ക കൊണ്ടെന്താക്കി വിശപ്പ് മാറ്റി. അതെവിടെയുണ്ട് നോക്കണം.
هذا وأخرج الإمام البيهقي رضي الله عنه وأبو نعيم من طريق ابن سيرين عن أبي هريرة رضي الله عنه. أبو حديث سريع قال كان رسول الله صلى الله عليه وسلم في غزوة നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധത്തിലായിരുന്നു. ഫഅസാബഹും അവസുൻ മിനത്ത് ഭക്ഷണത്തിൻ്റെ ദൗർബല്യം അവിടെ ബാധിച്ചു. ദൗർലഭ്യം, ഭക്ഷണമില്ല. ഫഖാല അസ്വസ് എന്ന് പറഞ്ഞാൽ കില്ലത്തു തആം അനുസറഹ്. ഫഖാല തങ്ങൾ പറഞ്ഞു അബൂ ഹുറൈറ ഇൻദക ശൈഉൻ, അബൂ ഹുറൈറ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഖുൽതു ഷൈഉം മിൻ തംറിൻ ഫീ മിസ്വദി, എൻ്റെ ബാഗിൽ, യാത്രക്ക് പോകുന്ന ബാഗിൽ കുറച്ച് കാരക്കുണ്ടെന്ന്. ഖാല ജിഇ ബിഹി, എന്നാൽ അതിങ്ങോട്ടോ കൊണ്ടുപോകാം. അപ്പോൾ ജിഇതു ബിൽ മിസ്വദി, ഞാൻ ബാഗ് അടക്കം കൊണ്ടുവന്നു. ഫഖാല ഹാത്തി, എന്നിട്ട് തങ്ങൾ പറഞ്ഞു നീ ഒരു സുപ്പറ കൊണ്ടുപോകാൻ, നിത്ആൻ ഒരു സുപ്പറ. ഫജിഇതു ബിൻ നത്ഇ, അങ്ങനെ തോലിൻ്റെ സുപ്പറ കൊണ്ടുവന്നിട്ട് ഫബസത്തു, അതിൽ ചൊരിഞ്ഞ്. നമുക്ക് എത്രയുള്ളത് പെണ്ണം പറയുന്നതാണ്. എന്താണ് ഫഅദ്ഖല യദഹു, അങ്ങനെ തങ്ങൾ കൈയെന്താക്കിയാൽ പ്രവേശിച്ചു. ഫകമദ അല തംദി, ഒരു ഭാരമുള്ള വാരി അപ്പോൾ കപ്പത്തമ്മടായില്ലേ. എന്നിട്ടോ ഫൈദാഹുവ ഇഹദാ വൈശറൂന തമ്ര നോക്കുമ്പോൾ 21 ഉണ്ട്. അപ്പോൾ കപ്പത്തമ്രിൻ്റെ നെസ്സ തന്നെ കിട്ടി. സുമ്മക്കാല ബിസ്മില്ലാഹ് എന്ന് തങ്ങൾ പറഞ്ഞിട്ട് ഫജഅല യളഉ കുല്ല തംറത്തിൻ, ഓരോ കാലൊക്കെ എന്താക്കും ബിസ്മില്ലാഹ് 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 വൈസമ്മി, അങ്ങനെ ബിസ്മി പറഞ്ഞുകൊണ്ട് ഹത്ത അലത്തംതി, മുഴുവൻ കാലക്കയിലേക്ക് എത്തിയിട്ട് എന്താക്കി ഇങ്ങനെ കിട്ടും. ഫഖാല ബിഹി, എന്നിട്ടോ ഹാക്കദാ എന്താക്കി അങ്ങനെ ഒരുമിച്ച് വിട്ടു. അതേ ഫജമഅഹു, ഈ ദൂരത്ത് മുന്നെല്ലാം അടുപ്പിച്ച് വിട്ടിട്ട് ഒരുമിച്ച് വിട്ടലുണ്ടല്ലോ. ഖാല ഉദ്ഉ ഫുലാനൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഫുലാനുണ്ട് അവിടെ, അദ്ദേഹത്തിനെയും അസ്ഹാബഹു, കൂടെയുള്ള അസ്ഹാബിമാരെയും വിളിച്ചിട്ട് വന്നു. ഫഅകലു ഹത്താ ശബിഉ, അവർ ഭക്ഷണം കഴിച്ചു, എല്ലാവരുടെ വിശപ്പും മാറി. വഖറജു, അങ്ങനെ കഴിച്ചിട്ട് വിശപ്പും മാറി പോയി. സുമ്മ ഖാല ഉദ്ഉ ഫുലാനൻ, ഒരു ഫുലാനെ വിളിച്ച് വഅസ്ഹാബഹു, കൂടെയുള്ള അസ്ഹാബിമാരെയും വിളിക്ക്. ഫഅകലൂ, അവരും ഭക്ഷിച്ച്. വശബിഉ വഖറജു, അവർ വിശപ്പ് മാറ്റി പിരിഞ്ഞുപോയി. സുമ്മ ഖാല ഉദ്ഉ ഫുലാനൻ, ഒരു ഫുലാനെ വിളിക്ക്. വഅസ്ഹാബഹു വിളിക്ക്. ഫഅകലൂ ഹത്താ ശബിഉ വഖറജു, അങ്ങനെ ഓരോ ഫുലാനും അതിന് കൂട്ടക്കാരെല്ലാം വിളിച്ചിട്ട് കാരക്കത്തിനുള്ള 21 ഉള്ളത്. വഫദല തംറുൻ, കാരക്ക പിന്നെയും ബാക്കി. ഫഖാലലി, എന്നോട് തങ്ങൾ പറഞ്ഞു, അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഉഖ്ഉദ്, നീ അടിക്ക്. ഫഖഅത്തു, ഞാൻ ഇരുന്നിട്ട്. ഫഅക്കല, തങ്ങളും തിന്ന്. വാക്കൽത്തു, ഞാനും തിന്നു. എന്നിട്ടോ വഫദല തംറുൻ, പിന്നെയും കാരക്ക ബാക്കി. ഫഅഖബഹു, തങ്ങൾ എന്താക്കി എടുത്തിട്ട് വദഖല ഫിൽ മിസ്വദി, ആ ബാഗിൽ തന്നെ ഇട്ടെന്ന്. വക്കാലലി, എന്നോട് ഇദാറത്ത ഷൈഅൻ ഫദ്ഖിൽ യദക ഫഖുദ്, നിനക്ക് ആവശ്യം ഉണ്ടാകുമെല്ലാം കയറ്റിട്ട് വാരിക്കോ. വല തക്ഫ, അത് കമിച്ചിടാൻ പാടില്ല, കുട്ടിച്ച്. ഏത് അതെ. ഫമാ കുന്തു ഉരീദു തംറൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കാരക്ക ഉദ്ദേശിക്കുന്നതിൽ ഇല്ല അദ്ഖൽതു യദീ, എൻ്റെ കൈ കടത്തും. ഫഅഖതു മിൻ 50 വസകൻ ഫീ സബീലില്ലാഹ്, അള്ളാൻ്റെ ഫീ സബീലിൽ 50 വസക്ക കാരക്കാൻ മേടിച്ചിട്ടുണ്ടെന്ന്. ഒരു വസക്കാന്ന് എത്രയെന്ന്? 60 സാഅ. 60 സാഅ അടക്കുന്ന ഈ പാത്രത്തിന് എന്തൊക്കെ വസക്ക് എന്ന് പറയും. അപ്പോൾ കുണിച്ച് നോക്കിയിട്ട് ഒരു സാഅന് 2.5 കിലോ നമ്മിപ്പം കൂട്ടുക. ഒന്ന് കുണിച്ച് നോക്കറ, 150 കിട്ടുക. 150 ഗുണിക്കണം 50, 15 75, 750 അല്ല 7500. 2.5 കിലോ. 2.5 കിലോന് എന്താക്കുക, ഒരു സായ കൊണ്ട് സായൻ്റെ കണക്കയില്ലേ, അതിനെന്താക്കണം, അത് ഒരു വസക്കയായി. അല്ല 60 കൊണ്ട് ഗുണിക്കണോ? 150. 150 ഗുണിക്കണം 50, 15 75, 7500 അല്ലേ? അത് 7500 ആകല്.
7.5 കിൻഡൽ കാറൊക്കെ ഞാൻ അതിന് മാറ്റി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിന് ആ فأخذت من 50 وسقا في سبيل الله കേട്ടോ. വക്കാന മുഅല്ലഖൻ ഖൽഫ റിഹിൽ, എൻ്റെ വാഹനത്തിൻ്റെ ബേക്കിൽ ഇത് കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു ഈ ബേഗ്. ഫവഖഅ ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് പറഞ്ഞല്ലോ എനിക്ക് 2 ദുഃഖമുണ്ട്. ഒന്ന്, എൻ്റെ നേതാവ് വഫാത്തായി പോയി. ഒരു ഭാഗത്തോ തങ്ങളെന്ന് ബേഗ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ലിന്നാസി ഹമ്മം വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹമ്മു ഉസ്മാനീൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ഒരു ഹമ്മ് വേറെ, തങ്ങളെ തന്ന അത്ഭുതകരമായ ഈ പാത്രം നഷ്ടപ്പെട്ടത് വേറെ. അപ്പം മൂപ്പനോ പറഞ്ഞ പോലെ തന്നെ നസ്സൂടെ കെട്ടിയത് വഖദ് ഷബിഅത്ത് മിൻ കഫി തംറിൻ സഹാബത്തുൻ റളിയല്ലാഹു അൻഹു. ഷബിഅത്തിൻ്റെ ഫായിലാണ് ഇത് സഹാബത്ത്. ഒരുപടി കാരൊക്കെ കൊണ്ടെന്താക്കി സഹാബത്തിൻ്റെ വിശപ്പ് മാറി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഓരോ വരിയിലും മജ്ലിസ് ഇങ്ങോട്ട് പറയുന്നുണ്ട്. വളല്ലലഹു മിൻ ഹർരി ശംസിൻ സഹാബത്തുൻ, സൂര്യൻ്റെ ചൂടിനെ തൊട്ട് തങ്ങൾക്ക് തണലിട്ട് കൊടുത്ത്, സഹാബത്തുൻ മേഘം തണലിട്ട് കൊടുത്ത്, തസീറു ആ മേഘം ഇങ്ങനെ സഞ്ചരിക്കുന്നു, വതൽബി അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും വരുന്നു, ഐനമാ അഹ്മദു യൽബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ട് വളയുന്നോ എങ്ങോട്ട് തിരിയുന്നോ അവിടത്തേക്കെല്ലാം എന്താക്കും മേഘം ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് വരും. അത് ബുർദയിലുണ്ടല്ല, മിസ്ലുൽ ഗമാമത്തി അന്നാ സാറ സായിറത്തുൻ, അന്നാ സാറ സായിറത്തുൻ, തങ്ങൾ എങ്ങോട്ടാണോ സഞ്ചരിക്കുന്നത് വേഗം സഞ്ചരിക്കും. തഖീഹി ഹർറ വതീസിൽ ലിൽ ഹദീരി ഹമീം, ആ സംഭവമാണത്. അപ്പം മേഘം തണിട്ട് കൊടുത്ത സംഭവം നമ്മ മിഞ്ഞാന്ന് കുറച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മ കേട്ടോണ്ട് മതിയാവില്ലല്ലോ, കുറച്ചാളും കേൾക്കാത്ത ആളും ഉണ്ടാവുമല്ലോ. അപ്പം അത് വരണമല്ലോ. ആ വഹീദൻ്റെ ഖദീജ ബീവിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷെ അവിടെ ഉള്ളത് 2 മലക്കുകൾ തന്നിട്ട് കൊടുത്തുന്നാണ് അതിലുള്ളത്. അത് ബർസഞ്ചി മൗലൂദിന് മലക്കാൻ തുന്നല്ലിലാനിഹീൻ, ബർസഞ്ചി മൗലൂദില്ലേ ഇപ്പം നല്ല മൗലൂദല്ല, നമ്മുടെ ഹരീര് പോലത്തെ വളരെ ജാമ്യായ മൗലൂദാന്നല്ല. തളിപ്പറമ്പിൽ മിക്ക ആളുകൾക്ക് കാണാപ്പെടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ കാവ്യാരല്ലേ മുഹമ്മദുലക്കർ ഉപ്പ മൂപ്പർ സുബ്ഹാനയും ബർസഞ്ചി ആ നാട്ടിൽ അങ്ങനെ നടപ്പാക്കിയത്. അതുകൊണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കെല്ലാം സുബ്ഹാന കാണാപ്പാടാതെ ബർസഞ്ചിയും കാണാപ്പാടാതെ. അതെ അതെ എല്ലാം കാണപ്പെടുന്നില്ലോ. പക്ഷെ ചെറുതിലെ കത്തുണ്ടെങ്കിലും സുബ്ഹാന നമ്മളെ കണ്ടീഷൻ നന്നാക്കി ഇത്തവുണ്ട്. അതുകൊണ്ട് ബർസഞ്ചിൻ്റെ ഷെറഹുണ്ട്, അതിൽ വെയ്ത്ത് കുറവാണ്. സുബ്ഹാനയിൽ നല്ല രസകരമായ അത്ഭുതകരമായ വെയ്ത്ത് ഉണ്ടാവുമല്ല, ചവക്ക ഇങ്ങനെ കേട്ടുന്നത്. അതിൻ്റെ മുമ്പ് കോഴിക്കോട്ട് വേണ്ടി ചെല്ലിയിട്ട് മന്തി തിന്നിട്ട് വന്നേ. ഏതേ ആ മുജാഹിദിനെ കൊണ്ട് മൗലൂദ് കേൾപ്പിച്ച് ചോറ് വെച്ച് മന്തി തിന്നിട്ടെങ്കിൽ വന്ന് കുറേ ആളുണ്ടായിരുന്നു. സിദ്ദീഖ് ഹാജി ഉണ്ടായിന്, മമ്മൻ ഹാജി ഉണ്ടായിന്, അനിക്കില്ലേ ഉണ്ട്. ഒരാൾ ഈ പറഞ്ഞ ഒന്ന് അർത്ഥം വെച്ചെന്നു ആയിക്കോട്ടെ, അർത്ഥം വെക്കാം. നല്ല ഹദീസ് തന്നെ എടുത്തു വെച്ചത്. ഈ ഇതിൽ ഷിഫയിലുള്ള ഹദീസ് ഉണ്ടല്ലോ, أخرج ابن سعد وأبو نعيم وابن عساكر روايات ഇഷ്ടംപോലുണ്ട്. من طريق عطاء بن أبي رباح, ഓർമ്മ കിട്ടിട്ടുണ്ടല്ലോ ഇവിടുന്ന് ഓതിനെ ഓർമ്മപ്പറ്റി. عطاء بن أبي رباح عن ابن عباس رضي الله عنهما സനദായ قال كان ബനു അബി താലിബിൻ, അബൂ താലിബിൻ്റെ മക്കളായിരുന്നു
യുസ്ബിഹൂന റുമസൻ, അവർ വയറൊട്ടിയവരായിക്കൊണ്ടും കണ്ണെല്ലാം കൊണ്ടാണ്ട്, അതായത് വിശന്നിട്ട്. എന്നാൽ വായുസുബിഹു മുഹമ്മദും സല്ലല്ലാഹു അലൈഹി സകീലൻ ദഹീനൻ, നബി സല്ലല്ലാഹു അലൈഹി നല്ല തെളിഞ്ഞ് പ്രസന്നമായി കൊണ്ടിട്ട് താങ്കളും രാവിലെയാകും. ഖാല വക്കാന അബൂ താലിബ് യുഖർരിബു ഇല സുബിയാനി ബി സുഹഫത്തിഹിം, അങ്ങനെ അബൂ താലിബ് അവറുകൾ നബി കുട്ടികൾക്ക് എന്താക്കും, ഭക്ഷണം കൊണ്ടുവെക്കും തലകയോടെ. ഫജ്ലിസൂന വയന്തഹിബൂന, അവർക്ക് എന്താക്കും, വളഞ്ഞിരുന്നിട്ട് എല്ലാവരും പിടിവലിയാക്കും. അങ്ങനെ ഇത് എല്ലാവർക്കും തേകാനുണ്ടാവില്ല, അപ്പോൾ അടിമുടിയാക്കില്ല, നമ്മൾ പള്ളിയിൽ നിന്നല്ല ചോറിലും പിടിക്കും. എന്നാൽ വയക്കുഫ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി യദഹു ലാ യന്തഹിബു മഅഹു, തങ്ങളങ്ങോട്ട് മാറി നിൽക്കും, ഇവരുടെ പിടിവലി കൂടാനൊന്നും നിൽക്കൂല. അങ്ങനെ ഫലമ്മാ റഅ ദാലിക അമ്മുഹു അസല ലഹു തആമഹു അലാ ഹിദ, ഇത് കണ്ടപ്പോൾ എന്താക്കി, അബൂ താലിബ് തങ്ങൾക്ക് കൊണ്ടുവന്ന ഭക്ഷണം വേറെ തന്നെ ഒന്ന് മാറ്റി വെക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓതിനത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് വഖറജ ഇബ്നു സഅദിൻ വഅബൂ നുഐം വഇബ്നു അസാകിർ മിൻ തരീഖി അതാഇൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു, ഇപ്പം പറഞ്ഞ സനദ് തന്നെ. വമിൻ തരീഖി മുജാഹിദിൻ വഗൈരിഹി ഖാലൂ കാന ഇദാ അകല ഇയാലു അബീ താലിബിൻ ജമീഅൻ ഔ ഫുറാദ ലം യുസ്ബിഉ, അബൂ താലിബിൻ്റെ മക്കള് ഒന്നിച്ചിരുന്നാലും ഒറ്റക്കായിരുന്നാലും വിശപ്പ് മാറൂല, തിന്നിട്ടെ. വഇദാ അകല മഅഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ കൂടെ ഇരുന്നെങ്കിൽ ശബിഉ, എല്ലാവർക്കും വിശപ്പ് മാറും. തങ്ങൾ അന്ന് റസൂലായി പ്രഖ്യാപിച്ച കാലമല്ല, അറിയാലോ കുട്ടി. ഫക്കാന ഇദാ അറാദ അൻ യുഗദ്ദിയഹും ഔ യുഅശ്ശിയഹും, അവർക്ക് രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണം കൊടുക്കാൻ അബൂ താലിബ് ഉദ്ദേശിച്ചാൽ ഖാല കമാ അൻതും, നിങ്ങളവിടെ ഇരിക്ക്, ഹത്താ യഹുൽ റബീൻ, എൻ്റെ കുഞ്ഞു മോൻ വരട്ടെ എന്ന് പറഞ്ഞു. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം വരട്ടെ. അങ്ങനെ ഫഅതാ റസൂലുള്ളാഹി സല്ലല്ലാഹു ഫയഅതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഅകുലു മഅഹും, തങ്ങൾ വന്ന് അവരുടെ കൂടെ ഇന്ന് ഭക്ഷിച്ചാൽ ഫയഫളുലൂന മിൻ തആമിഹിം, തആം ബാക്കിയുണ്ടാകും. വഇല്ലം യകും മഅഹും ലം യസ്ബിഉ, തങ്ങളവിടെ ഇല്ലേ എന്നാൽ വിശപ്പ് മാറൂല. വൈൻകാന ലബനൻ, പാലാണെങ്കിൽ ശരിബ അവലഹും, ആദ്യത്തിലെന്താക്കും, തങ്ങൾ കുടിക്കും. പിന്നെ സുമ്മ യതനാവലുൽ ഖുഅബ, ആ കുടിക്കുന്ന പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിന് കൊടുക്കും. അൽ അയ്യാൽ, മറ്റുള്ള കുട്ടികൾക്ക്. ഫയശ്റബൂന മഅഹു, അവർ എന്താ കുടിക്കും. ഫയർബൂന അൻ ആഖിരിഹിം മിനൽ ഖുഅബിൽ വാഹിദ്, ഒരു ഗ്ലാസ് പാലിൽ നിന്ന് എല്ലാവരുടെ വിശപ്പും ദാഹവും അങ്ങോട്ട് മാറും. വൈൻകാന അഹദുഹും ലിയശ്റബ ഖഅബൻ വഹദഹു, യഥാർത്ഥത്തിൽ സാധാരണ ഒരു പാത്രമായിരുന്നുവെങ്കിൽ അന്ന് ഒരാൾക്ക് തന്നെ തേയാനുണ്ടാവില്ല, ഒരു ഗ്ലാസ്. പിന്നെ ഫയഖൂലു ഇന്നക ലമുബാറകും, മോനെ നീ ബർക്കത്തുള്ള മോനാണ് എന്ന് എന്താക്കും അബൂ താലിബ് പറയും. വകാന സബിയാനു യുസ്ബിഹൂന, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കന്നെ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബാബു സഫരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മിഹി അബീ താലിബിൻ ഇല ശാം, അബൂ താലിബിനോടൊപ്പം ഷാമിലേക്ക് പോകുന്ന സംഭവമാണ്. വമാ ദഹറ ഫീഹി മിനൽ ആയാതി വഅഖ്ബാരി ബഹീറ, ഇത് കേട്ടതായി ആവർത്തനമായിട്ട് ഇത് വേണ്ട. അതിൽ ആ യാത്രയിൽ വെച്ചിട്ട് ഒരുപാട് സംഭവം കണ്ട്, അതുപോലെ ബഹീറ പറഞ്ഞതും. അഖ്റജ ഇബ്നു അബീ ശൈബ വത്തിർമദി, പിന്നെ വഹസ്സനഹു വൽ ഹാകിമു വസഹഹു വൽ ബൈഹഖിയു വഅബൂ നഈം വൽ ഖറായിതി ഫിൽ ഹവാതിഫ് അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. എന്താണ് ഇത് കെട്ടുകഥയാന്ന് പറയാതിരിക്കാനാണ് മുമ്പ് സനദ് മുഴുവൻ കൊണ്ട് പറഞ്ഞത്. കാരണം ഇടക്ക് പറയുന്നുണ്ട് ഇത് ബിദ്അത്തുകാർ കെട്ടുകഥയാണ്, ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പഠിച്ചതല്ലേ പറയുള്ളൂ. അത് അബൂ ജഹലും പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ ഇബ്നു അബീ ശൈബ തിർമദി ഹസനാണെന്ന് പറഞ്ഞ ഹദീസാ, ഹാക്കിം സഹീഹാണെന്ന് പറഞ്ഞ ഹദീസാ, ബൈഹഖി ഇമാമ്, അതുപോലെ അബൂ നഈം ഖറായിത്തി, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു സഹാബി ഖാല ഖറജ അബൂ താലിബിൻ ഇല ശാം,
അബൂ താലിബ് ഷാമിലേക്ക് പുറപ്പെടുന്നു. فخرج معه رسول الله صلى الله عليه وسلم في أشياخ قريش. ഖുറൈശികളെ കുറേ നേതാക്കന്മാരും കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ തങ്ങൾ കുട്ടിയാണല്ലോ, നമുക്കറിയാല, തങ്ങളും പുറപ്പെട്ടു. ഫലമ്മ അഷ്റഫു അല റാഹിബി, ഒരു റാഹിബിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഹബത്തു, അവർ അവിടെ ഇറങ്ങുകയും ഫഹല്ലു റിഹാലഹും, അവരെ കെട്ടും സാധനം എല്ലാം ഇറക്കി വെച്ചു. അപ്പോൾ റാഹിബുള്ളെന്ന് ഓർമ്മൊന്നും അറിയുന്നില്ല. ഫഖറജ ഇലൈഹിം റാഹിബ്, അപ്പം റാഹിബ് അവിടത്തേക്ക് പുറപ്പെട്ടു വന്നു. വക്കാനു കബലദാലിക യമുറൂന ബിഹി, ഇതിൻ്റെ എത്രയും മുമ്പ് വേറെ സാധാരണ പോകുന്ന വഴിയാണിത്. ഫലാ യഖ്റുജു ഇലൈഹിം വലാ യൽതഫിതു ലഹും, റാഹിബ് അങ്ങനെ ഇറങ്ങി വരത്തോ റാഹിബ് ഇവർ തിരിഞ്ഞു നോക്കലോ ഒന്നുമില്ല. ഇത് ഒരു സ്പെഷ്യൽ യാത്ര, അങ്ങനെയാണല്ലോ തങ്ങൾ അതിലുള്ളത്. ഫജഅല യതഖല്ലലുഹും, ആ റാഹിബ് ഇറങ്ങി വന്നിട്ട് ഓരോരുത്തർ ഇടയ്ക്കിൽ നിന്നിട്ട് ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. ഹത്താ ജാഅ, അങ്ങനെ എത്തി. ഫഅഖദ ബിയദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൈപിടിച്ച്. വഖാല ഹാദാ സയ്യിദുൽ ആലമീൻ, ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, ഹാദാ യബ്അസുഹു അല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇത് റഹ്മത്തുൽ ലിൽ ആലമീനാണ്, സയ്യിദുൽ ആലമീനാണ്, റസൂലു റബ്ബിൽ ആലമീനാണ് എന്ന് പ്രഖ്യാപിച്ചു. ഫഖാല ലഹു അശ്യാഖ് ഖുറൈശ്, ഖുറൈശികളുടെ നേതാക്കന്മാർ ചോദിക്കുന്നു, മഅല്ലമക, നിങ്ങൾക്ക് എങ്ങനെ അതൊക്കെ പറയാൻ മനസ്സിലായി? നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാളല്ലേ. ഫഖാല ഇന്നകും ഹീന അശ്റഫ്തും മിനൽ അഖബത്തി, ആ മലൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ലം യുറ ഷജറത്തുൻ വലാ ഹജറുൻ ഇല്ലാ ഖർറ സാജിദാ, ഒരു മരങ്ങളും ബാക്കിയില്ല, ഒരു കല്ലും ബാക്കിയില്ല, തങ്ങൾക്ക് സുജൂദ് ചെയ്തിട്ടല്ലാതെ. വലാ യസ്ജുദാനി ഇല്ലാ ലി നബിയ്യിൻ, ഒരു നബിക്കല്ലാതെ ഇങ്ങനെ സുജൂദ് വരൂല എന്ന് ഞാനിങ്ങനെ കാണും. വഇന്നി അരിഫുഹു ബിഖാതമിൻ നുബുവ്വതി ഫി അസ്ഫലി ഖുളുറൂഫി കത്ഫിഹി, അവരുടെ പിന്നിലുള്ള കത്തിഫ്, അതിൻ്റെ ആ ചുളിവിൻ്റെ ഇടയിൽ ഖാതമ നുബുവത്തും ഞാൻ അറിയുന്നുണ്ട്. മിസ്ല തുഫാഹ, അത് ഉപമിച്ചത് ചമായില്ലേ. അങ്ങനെ ഇത് കണ്ടിട്ടുണ്ടായി. സുമ്മറജ, ഉടനെ മൂപ്പത് പുരയിലേക്ക് പോയിട്ട് ഫസന അലഹും തആമൻ, ഭക്ഷണമുണ്ടാക്കി. ഫലമ്മ അത്താഹും ബിഹി, അങ്ങനെ അവരൊക്കെ അടുത്തേക്ക് ക്ഷണിച്ചു. വക്കാന ഹുവ ഫീ റഅയ്യത്തിൽ ലിബിൽ, തങ്ങളെന്താക്കി ഇവിടെ ഒട്ടകത്തിന് നോക്കാനായിട്ട് ആളുന്നു. തങ്ങൾ പോയില്ല. ഖാല അർസിലു ഇലൈഹി, എല്ലാവരും വരണം. ഫഅഖ്ബല, അങ്ങനെ തങ്ങൾ മുന്നിട്ട് വന്നു. വഅലൈഹി ഗമാമത്തുൻ തുളില്ലുഹു, അതാ അവിടെ ഒരു മേഘമുണ്ട്, തങ്ങൾക്ക് തണലിട്ട് കൊടുക്കുന്നു. അതാണ് ഏതായത് ലല്ലഹു മിൻ ഹംദി ശംസിൻ സഹാബത്തുൻ. നമ്മുടെ വിഷയത്തിലേക്ക് എത്തി. ഫഖാല ഉൻദുറു ഇലൈഹി, അപ്പോൾ ഈ ബഹീർ റാഹിബ് പറയുന്നു, ദാ എല്ലാവരും നോക്കി, അലൈഹി ഗമാമത്തുൻ തുളില്ലുഹു, അതാ ഒരു മേഘം തണലിട്ട് കൊടുക്കുന്നു എന്ന് കാണും. ഫലമ്മാ ദനാ മിനൽ ഖൗമി, അങ്ങനെ ഖൗമിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ വജദഹും ഖദ് സബഖൂഹു ഇലാ ഫൈഇസ് ശജറതി, തണൽ കിട്ടുന്ന മരങ്ങളെ, തണൽ കിട്ടുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഫലമ്മാ ജലസ, നബി സല്ലല്ലാഹു അലൈഹി ചെയ്തപ്പോൾ മാല ഫൈഉസ് ശജറതി അലൈഹി, മരത്തിൻ്റെ തണല് തങ്ങളെ കൊള്ളിങ്ങനെ തിരിച്ചങ്ങോട്ട് വന്നു. ഫഖാല, അപ്പോഴും ബഹീറ പറയുന്നത്, ഉൻദുറു ഇലാ ഫൈഇസ് ശജറതി, ആ മരത്തിൻ്റെ തണൽ നിങ്ങൾ നോക്ക്, മാല അലൈഹി, അങ്ങോട്ടേക്ക് ചാഞ്ഞിട്ടുണ്ട്. ഫബൈനമാ ഹുവ ഖായിമുൻ, അങ്ങനെ അവിടെ നിൽപ്പം വഹുവ യുനാശിദുഹും അല്ലാ യദ്ഹബു ബിഹി ഇലർ റൂം, റൂമിലേക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഉണ്ടാക്കി ചരിത്രം കുറച്ച് ചുരുക്കി, നമുക്ക് കഴിഞ്ഞ ആഴ്ച കേട്ട അടുത്തുള്ള അത് ബയ്യാൻ നോക്കാം. റോമിലേക്ക് പോകാൻ പാടില്ല. ഫൈന റൂമ ഇദാ റഅഹു അറഫഹു ബിസ്സിഫതി, ഞാനിപ്പറഞ്ഞ സിഫത്ത് കൊണ്ടെന്താക്കും, അവർ തങ്ങളെ മനസ്സിലാക്കി ഫഖതലൂഹു, തങ്ങളെ കൊന്നുകളഞ്ഞു. ഫൽതഫത, അങ്ങ് നോക്കുമ്പോഴാ ആള് വരുന്ന, ഇവർ പറഞ്ഞ പോലെ തന്നെ ആളിങ്ങനെ പതിയിരിക്കുന്നിവിടെ. ഫൈദാ ഹുവ ബിസ്തിസ്അതി നഫരിൻ, 9 ആളുകൾ അവിടെ എത്തി. ഖദ അഖ്ബലൂ മിൻ റൂമിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫസ്തഖ്ബലഹും, ഇവിടത്തേക്ക് വന്നു. ഫഖാല
മാ ജാഅബിക്കും. അപ്പൊ ബഹീറ ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് വന്ന്? ഖാലൂ ജിഇനാ ഇലാ ഹാദൻ നബിയ്യി അല്ലദീ ഹുവ ഖാരിജുൻ ഫീ ഹാദ അശ്ശഹർ. ഈ മാസത്തിൽ ഇതിൽ കൂടി പുറപ്പെട്ടു വരും എന്ന വിവരം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ദുരുദ്ദേശം. ഫലം യബ്ക തരീഖുൻ ഇല്ലാ ബുഇസ ഇലൈഹി നാസുൻ. ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാ വഴിയിലും ജനങ്ങളെ അയച്ചിട്ടുണ്ട്, ഏതൊരു വഴിക്കാ വന്നതെന്നറിയാൻ. വഅന അഖ്ബർനാഹു ഖബറഹു ഫബഅസ്നാ ഇലാ തരീഖിക ഹാദാ. എന്നിട്ട് പറയുന്നു, ഇങ്ങോട്ടാണുള്ളത് എന്ന് ഈ വഴിയിലേക്ക് ഞങ്ങൾ അറിയിച്ചു തന്നു. ഖാല, അപ്പം ഈ ബഹീർ റാഹിബുണ്ടല്ലോ ആദ്യത്തെ, അഫറഅയ്തും അംറൻ അറാദല്ലാഹു അൻ യഖ്ദിയഹു. അല്ലാഹു തആല നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഹൽ യസ്തതി അഹദും മിനൻ നാസി റദ്ദഹു. ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും അത് തടുക്കാൻ കഴിയുമോ എന്ന് ഇവരോട്. ഫഖാലൂ ലാ, കയ്യൂല. ഖാല, എന്നാൽ പിന്നെ തങ്ങളെ കൊല്ലൽ എന്ന പരിപാടിയുടെ നടക്കൂല. ഫബായഊഹു, അങ്ങനെ അവരോട് ബയ്യത്ത് ചെയ്യപ്പെട്ട്, വഅഖാമൂ മഅഹു, ബഹീറിൻ്റെ കൂടെ നിന്ന് ഫാത്താഹു. ഫഖാല അയ്യുക്കും വലിയുഹു, ഈ കുട്ടിയുടെ വലിയ ആര്? ഖാലൂ അബൂ താലിബാണ് വലിയ എന്ന് പറഞ്ഞു. ഫലം യസൽ യുനാശിദുഹു ഹത്താ റദ്ദഹു. അബൂ താലിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, മടക്കി അയച്ചേ പറ്റൂ. ഹത്താ റദ്ദു. വബഅസ മഅഹു അബൂബക്കർ ബിലാലൻ റളിയല്ലാഹു അൻഹു. ഇവിടെ നമുക്ക് ചോദ്യം വരുവേ, പറയാം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബിലാലിനെ അയച്ചു. അവിടെ നമുക്ക് ഇഷ്കാലായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. കാരണം അബൂബക്കർ സിദ്ദീഖ് തങ്ങളെക്കാൾ 2.5 വയസ്സ് കുറവാണ്. അപ്പോൾ ഏതാണ്ട് 7 വയസ്സാ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ബിലാൽ തങ്ങൾ മൂപ്പർ അടിമയായി പൈസ കൊടുത്ത് വാങ്ങാൻ മാത്രം സിദ്ദീഖ് നിങ്ങൾക്ക് വയസ്സായ അത് പറ. റാഹിബു മിനൽ കാക്കി വസ്സൈത്തി. അങ്ങനെ റാഹിബ് യാത്രാ ആവശ്യത്തിന് വേണ്ടി കേക്കും സൈത്തും കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. അതാ പറയാം. ഖാലൽ ബൈഹഖി ഹാദിഹിൽ ഖിസ്സത്തു മശ്ഹൂറത്തുൻ ഇൻദ അഹ്ലിൽ മഗാസി. ഈ ചരിത്രം യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാരെടുക്കൽ വളരെ മശ്ഹൂറാണ്. എന്നിട്ടോ ഖുൽതു വലഹാ ശവാഹിദു ഇദ്ദത്തുൻ. ഇതിന് ഒരുപാട് തെളിവുകളാകുന്ന മറ്റ് ശരീരമുണ്ട്. സഊരിദുഹ, നമ്മുടെ മുസന്നിഫ് പറയും സഊരിദുഹ, അത് ഞാൻ പിറകെ അവതരിപ്പിക്കും. തഖദീ ബിസിഹത്തിഹ. അപ്പോൾ ആ തെളിവുകളെല്ലാം കൂടുമ്പോൾ ഈ ഖിസ്സ സഹീഹാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. പക്ഷേ ഇല്ല അന്ന ദഹബിയ്യ ദഅഫൽ ഹദീസ് ലിഖൗലിഹി ഫി ആഖിരിഹി. അവസാനം പറഞ്ഞ ഒരു വാക്കെടുത്തിട്ട് അത് ലൈഫാണ് എന്ന് പറഞ്ഞു. ഏതാണ്? വബഅസ മുതൽ. എന്താണ്? അബൂബക്കർ ബിലാലൻ അയച്ചെന്ന് പറഞ്ഞു. ഫഇന്ന അബൂബക്കർ ലം യകുൻ ഇദാക. അബൂബക്കർ അന്ന് മുതഅഹിലൻ, ഒരടിമനെ വാങ്ങാനോ ഇതാക്കാനുള്ള പ്രായം എത്താത്ത ചെറിയ കുട്ടിയാണല്ലോ. തങ്ങളെക്കാൾ വയസ്സ് കുറവല്ലേ, 2.5 വയസ്സ്. പിന്നെ എങ്ങനെയാണ് ബിലാലനെ ആക്കുക? വലഷ്തറ ബിലാലൻ വാങ്ങാനും കഴിയൂല. വഖദ് ഖാല ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അസ്ഖലാനി ഫിൽ ഇസാബത്തിൽ പറഞ്ഞു, അൽ ഹദീസു റിജാലുഹു സിഖാത്തുൻ. ഈ ഹദീസിന്റെ റിജാല് എല്ലാം നേതാക്കന്മാർന്ന്. വലൈസ ഫീഹി മുൻകറുൻ, നിഷേധിക്കപ്പെടേണ്ട ഒന്നുമില്ല. സിവാ ഹാദിഹിൽ ലഫ്ള്, ഈ അവസാനം പറഞ്ഞ ലഫ്ള് ഒഴികെ. അല്ല, എല്ലാം അങ്ങനെ പറഞ്ഞുകൂടാല. ഫതുഹമ്മലു അലാ അന്നഹാ മുദറജത്തുൻ ഫീഹി. അപ്പോൾ എവിടുന്നോ കടന്നുകൂടി കലിമത്തായിപ്പോയി എന്നൊക്കെ നിർത്തിയുള്ളൂ. അതുകൊണ്ട് മുഴുവനും ലൈഫാന്ന് പറയാൻ പറ്റൂല. പിന്നെ വേറെ ഒരു ഹദീസിൽ നിന്ന് എന്താക്കി? അത് കഷ്ടമാണ് കൂടിച്ചേർന്ന് വഹമ മിൻ ഹദി റുവാത്തി, റിവായത്ത് ചെയ്ത വാക്ക് വഹമ പറ്റിപ്പോയതാണ് എന്നുണ്ടാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കളഞ്ഞു. എന്തൊരു നീതിയായി അല്ലേ? ഇതിൻ്റെ വിശാലമായിട്ടെല്ലാം പറയും. നമുക്ക് മേഘത്താട്ടിലെ കാണാനുണ്ടാവുള്ളൂ. എന്നിട്ട് അബൂ താലിബ് ഇതിനെ ബൈത്താക്കി വരും. فما رجعوا حتى رأوا من محمد أحاديث تجلو غم كل فؤادي. അവിടെ നീ കൊല്ലാൻ വേണ്ടി ആളൊരുങ്ങി എന്ന് പറഞ്ഞില്ലേ?
അതപ്പോൾ ആരാ കൂടെ പോയത്? അത് പറയട്ടെ. ഹീന ഫറമു അന്ന സബീറൻ, അത് വേറെ കിസയിലേക്ക് തുടങ്ങുന്നു. കുറേ ആള് വന്ന് ഒരു ദുരുദ്ദേശത്തോടെ വന്നു എന്ന് പറഞ്ഞല്ലോ. സുബൈർ, തമ്മാമ്, ദരീസ്, ഇവരാരാന്ന്? വഹും നഫറും മിൻ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട തായ്ഫത്താണ്. ഖദ് കാനൂ റഅൗ മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദാലിക സഫർ, ആ സഫറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എന്തായി പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. കാന ഫീ മഅ അമ്മി അബി താലിബ്, ഏത് സഫറിലാണ്? വേറെ സഫർ പറയുന്നുണ്ട്. എവിടെ? ഖദീജ ബീബിന്റെ പൈസ വാങ്ങിയിട്ട് പോയത്. അപ്പൊ അബൂ താലിബ് ഉള്ള സഫർ, ആഷിയാവും കുറേ കാര്യങ്ങൾ. ഫഅറാദൂഹു, അവർ എന്താക്കി? തങ്ങളെ കൊല്ലാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഫറദ്ദഹും അൻഹു ബഹീറ, ബഹീറ അവരെല്ലാം മടക്കി പറഞ്ഞയച്ചു. വദക്കറഹുമുല്ലാഹ്, അള്ളാഹനെ സൂക്ഷിച്ചു കൊള്ളണം, അല്ലാഹു തആല ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ? വമാ യജിദൂന ഫീൽ കിതാബി മിൻ ദിക്രി വസ്ഫിഹി, തങ്ങളുടെ വസ്ഫ് പറയാൻ നിങ്ങൾ കിതാബിൽ എത്തിച്ചിട്ടില്ലേ? വഇന്നഹും ഇൻ നജ്മഉ ലിമാ അറാദൂ ലം യഖ്ലുസു ഇലൈഹി, ഇവരെ ആരെല്ലാം ഉദ്ദേശിച്ചാലും തങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. ഹത്താ അറഫു മാ ഖാല ലഹും, അവസാനം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ വസദ്ദഖൂഹു, അവർ അംഗീകരിച്ചു. ഫതറഖൂഹു വൻസറഫു, ഇനി കൊല്ലൽ നടക്കൂല എന്ന് വെച്ചിട്ട് മടങ്ങിപ്പോയി. ആടിയാണ് അബൂ താലിബ് പാട്ടാക്കിയത്. ഫമാ റജഉ ഹത്താ റഅൗ മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹാദീസ തജ്ലു ഗമ്മ കുല്ലി ഫുആദി, അവർ മടങ്ങിപ്പോയില്ല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വക്കൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടല്ലാതെ. ആ സംഭവങ്ങൾ എന്താണ്? ഏതൊരു മനസ്സിനെ ബാധിച്ച ദുഃഖവും ദൂരീകരിക്കുന്ന സംഭവങ്ങളാണ്. വഹത്താ റഅൂ അഹ്ബാറ കുല്ലി മദീനത്തിൻ സുജൂദൻ ലഹു മിൻ ഉസ്ബത്തിൻ വഫുറാദി, ഓരോ പട്ടണത്തിലുമുള്ള അഹ്ബാരികള് തങ്ങളെ കണ്ടിട്ട് അവർക്ക് സുജൂദ് ചെയ്ത് അതിൽ കൂട്ടം കൂട്ടമായ ആളുകളുമുണ്ട്, ഒറ്റപ്പെട്ട ആളുകളും ഉണ്ട്. സബീറൻ വ തമ്മാമൻ, കണ്ട നേരത്തെ വന്നാള്. സബീറൻ വ തമ്മാമൻ വഖദ് കാന ഷാഹിദ ദരീസം വഹമ്മു കുല്ലുഹും ബിഫസാദി, ആരെല്ലാണത്? ഒന്ന് സബീർ, രണ്ട് തമ്മാമ്, അതുപോലെ ദരീസ്, ഇവരെല്ലാം ഫസാദായ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് വന്നത്. فقال لهم قولا بحيرا وأيقنوا له بعد تكذيب وطول بعادي, അങ്ങനെ ബഹീറ അവരോട് കുറെ ഉപദേശിച്ച് അവസാനം അവർക്ക് ഉറപ്പായി ഇത് നടക്കൂല. كما قال للرهط الذين تهودوا وجاهدهم في الله كل جهاد, യഹൂദികളായ ആളുകളോട് ബഹീറ വളരെ ഉപദേശിച്ച് അള്ളാഹിന്റെ വിഷയത്തിൽ വളരെ മുജാഹദ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവർ പിന്തിരിപ്പിക്കാൻ. فقال ولم تترك له النصح رده وإن له إرصاد كل مصاد, അങ്ങനെ ഞാൻ ഒരു നുസുഹം ബാക്കി വെക്കുന്നതിൽ അത്രമാത്രമാണ് നിങ്ങളോട് പറയുന്നത്. റുദ്ദഹു, കുഞ്ഞിനെ മടക്കി കൊണ്ടുപോകണം, കാരണം ഓരോ സ്ഥലത്തും പതിയിരിക്കുന്ന കുറെ വേട്ടക്കാർ കാത്തുന്നുണ്ട്, തങ്ങളെ കൊല്ലൂന്ന്. قال أخاف الحاسدين وإنه لفي الكتب مكتوب بكل مداد, ഹാസിദീങ്ങളായ ആളുകൾ തങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് പേടിയുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബിൽ എല്ലാ തരത്തിലുള്ള മഷി കൊണ്ടും എഴുതപ്പെട്ട നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അങ്ങനെ പല ചോദ്യങ്ങളും വല്ലതും ചോദിച്ചതും ഇത് നിങ്ങൾ ആരാന്ന് പറഞ്ഞു മോനാന്ന് പറഞ്ഞപ്പോൾ അല്ല ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് മടക്കിയതും. അപ്പൊ നമ്മളെ ആവശ്യത്തിന് ഏതേ കൊണ്ടു മിൻ ഹദ്ദി ശംസിൻ സഹാബത്തുൻ തസീറു വതൽവി ഐനമാ അഹ്മദുൻ ജൽബി. ഇനി മറ്റൊരു മെച്ചത് അവിടെ പണി നിർത്താം. പടപ്പാ جذعا حين حنا بضمه
وفاح صبي فوح مسك بشمه وأبدى محياه الخياط بسمه وخبره لحم الذراع بسمه وأهوت له الأشجار في الخبر المروي صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഗിസ്റ്റിയോടെ പാട്ട് നിർത്താം, കുറേ ടൈം ഇപ്പം അല്ലേ. ചിലക്കുള്ള തസ്ബീഹ് കഴിഞ്ഞാഴ്ച വായിച്ചനല്ല. أخرج البخاري عن جابر بن عبد الله رضي الله عنهم قال كان جذع يقوم إليه النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിൽക്കുന്ന ഒരു ഈത്തപ്പന തണ്ടുണ്ട്. ഫലമ്മ വുളിയലഹുൽ മിമ്പറു സമീഅന ലിൽ ജിദ്ഇ മിസ്ല അസ്വാത്തിൽ ഇശാർ. അപ്പം മിമ്പറാക്കിയല്ലോ, ആദ്യത്തിൽ മിമ്പറല്ല, മിമ്പറാക്കിയപ്പോൾ മിമ്പറിൻ്റെ മേലെ തങ്ങൾ കയറി. അപ്പോൾ ഈ ജിദ്ഇനെ ഒഴിവാക്കി എന്നാണല്ലോ വന്നത്. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാണ്ടായിപ്പോയാൽ ഒരു കരച്ചിലുണ്ട്, ഒരു തേങ്ങൽ. അതുപോലത്തെ ഒരു ശബ്ദം എന്താക്കി ഈ ആദ്യത്തെ ജിദ്ഇൽ നിന്ന് കേൾക്കുകയുണ്ടായി. വബക്കൽ ജിദ്ഉ ലിഫിറാഖിഹി ബുകാൻ സമീഅഹുൽ അനാം എന്നല്ലേ മോദിയെ വഹിയ നാഖത്തുല്ലത്തി അലാ ഹമഹ അശർ. പിന്നെ അഷർ ഫൈദ ഹമില അലൈഹ അന്നത്ത് തഹത സിഖൽ, ഒട്ടകം കരയുമ്പോഴത്തെ ഒരു കരച്ചിൽ. ഹത്താ നസല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫവദഅ യദഹു അലൈഹി, അതിൻ്റെ മേലെ കൈവച്ചപ്പോൾ ഫസക്കത്ത, അതിൻ്റെ കരച്ചിലടങ്ങി. വഅഖറജൽ ബുഖാരി അൻ ജാബിരിൻ, അപ്പോൾ ഹദീസ് ഇങ്ങനെ കൂട്ടി വായിച്ചാൽ മതി. അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു ഇലാ നഖലത്തിൻ, ഒരു ഈത്തപ്പനൻ്റെ തണ്ടിലേക്ക് നോക്കും. ഫജഅലൂ ലഹു മിമ്പറൻ, അപ്പം മിമ്പർ ഉണ്ടാക്കി കൊടുത്തു. ഫലമ്മാക്കാന യൗമുൽ ജുമുഅത്ത്, ആദ്യത്തെ റിവായത്തിൽ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. എന്നാ പറയും, വെള്ളിയാഴ്ച ദിവസം വന്നപ്പോൾ ദഫഅ ഇലൽ മിമ്പർ ഫസാഹത്തിൻ നഖലത്തു സിയാഹ സബിയ്യി, ആദ്യത്തെ ഈത്തപ്പനത്തണ്ടുണ്ടല്ലോ അതെന്താക്കി കുട്ടികൾ കരയുമ്പോൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി. ഫനസല ഫളമ്മഹായിലൈ, തങ്ങൾ ഇറങ്ങി വന്ന് ചേർത്ത് വെച്ചപ്പോൾ വജഅൽതു എന്താണ് തഇന്നു അനീന സബിയ്യി, വല്ലാത്ത തബയപ്പില്ലേ, കുട്ടികൾ കരയുന്നത് പോലെ കരയുന്നുണ്ട്. അല്ലദീ യസ്കുനു, അതിന് പാട്ട് പാടിക്കൊടുത്താൽ തൽക്കാലം സമാധാനിക്കും എന്നതുപോലെ. ഹത്താ കാനത്ത് തബ്കി അലാ മാ കാനത്ത് തസ്മഉ മിനൽ ദിക്രി ഇൻദഹാ, തങ്ങളുടെ ഖുതുബയും തങ്ങളുടെ ദിക്റും മറ്റൊക്കെ കേട്ട് സന്തോഷിച്ച ഒരു മലയിലത് എന്നോടിച്ച്. وأخرج الدارمي من طريق عبد الله بن بريدة عن أبيه قال كان النبي صلى الله عليه وسلم يخطب إلى جذع, ഒരു ഈത്തപ്പന മട്ടനിലേക്ക് തങ്ങൾ ചാർന്നിട്ട് കുത്തുമ്പോൾ ഫത്തുഖിദ ലഹു മിമ്പർ, അങ്ങനെ മിമ്പർ ഉണ്ടാക്കപ്പെട്ടു. ഫലമ്മ ഫാറക്കൽ ജിദ്അ, ഈത്തപ്പൻ ഒഴിവാക്കിയിട്ട് അഹമ്മദായിലെ മിമ്പറിൽ കയറിയപ്പോൾ സോനി അലഹു ജസ അൽ ജിദ്ഉ, അതിന് വല്ലാത്തൊരു പൊറുതികേട്. ഫഹന്നകമാ തഹിന്നുന്നാഖ, ഒട്ടകങ്ങൾക്ക് അറിയാറുള്ളത് പോലെ കരഞ്ഞു. ഫറജഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ മടങ്ങി വന്ന് ഫവദഅ യദഹു അലൈഹി, മിമ്പറിന് മേലെ കൈവച്ച് വഖാല ഇഖ്തർ അൻ അഗ്രിസക ഫിൽ മകാൻ അല്ലദീ കുൻത ഫീഹി ഫതകൂന കമാ കുൻത വഇൻ ശിഅത അൻ നുഗ്രിസക ഫിൽ ജന്നതി ഫതശ്റബ മിൻ അൻഹാരിഹാ വഅയൂനിഹാ. തങ്ങൾ ചോദിക്കുന്നു, ഞാൻ ചില കാര്യം നിനക്ക് പറഞ്ഞു തരാം. ഒന്നേക്ക് നിൻ്റെ പഴയ സ്ഥലത്ത് നട്ടിട്ട് സാധാരണ മുളക്കുന്നത് പോലെ മുളച്ചിട്ടുണ്ടാക്കാം, തോട്ടത്തിനോട് കഴിയാം. അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്വർഗത്തിൽ നടാം, എന്താക്കും, ആ സ്വർഗത്തിൻ്റെ വെള്ളം നിനക്ക് കുടിക്കാം. അപ്പം നല്ല മെച്ചമുള്ള കായ്കളൊക്കെ സ്വർഗത്തിൽ കായ്ക്കും. വതാസ്മുറു ഫയകുൽ ഔലിയാ ഉല്ലാഹ്, അള്ളാഹിൻ്റെ ഔലിയാക്കൾ അതിൽ നിന്ന് ഭക്ഷിക്കും. അവിടെ എന്താ വേണ്ടത്?
فسمع النبي صلى الله عليه وسلم وهو يقول له തങ്ങളോട് പറയുന്നു നഅം. രണ്ടാമത്തേത് ഖദ് ഫഅൽതു എന്ന് മറത്തൈനി 2 വട്ടം പറയുന്നത് കേട്ട്. ഫസുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു അതെന്താ തെരഞ്ഞെടുത്തത് നബിയെ? ഫഖാല ഇഖ്താറ അൻ അഗ്രിസഹു ഫിൽ ജന്ന. രണ്ടാമത് പറഞ്ഞ് സ്വർഗ്ഗത്തിൽ നടാമെന്നല്ലേ, അതാണ് അത് തെരഞ്ഞെടുത്തത് എന്ന് തങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു. وأخرجه الطبراني رضي الله عنه في الأوسط وأبو نعيم مثله من طريق عبد الله بن بريدة عن عائشة رضي الله عنها متى طريق. وأخرج البغوي وأبو نعيم وابن عساكر عن أبي بن كعب هذا متى طريق. قال كان النبي صلى الله عليه وسلم يخطب إلى رجل فسأله له منبر فلما قام عليه هن الجذع فقال اسكن إن شيء أغرسك في الجنة فيكون منا الصالحون وإن شيء أن أعيدك رطبا كما كنت فاختار الآخرة على الدنيا. 2 ഓപ്ഷൻ വെച്ച് കൊടുത്തിട്ട് എനിക്ക് ആഖിറത്തിൽ അതാണ് വേണ്ടത് അത് തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. എൻ്റെ ഒരുപാട് കുട്ടിയിരിക്കുന്നു, ഒരുപാടുണ്ട്. കുറേയുണ്ട്, എല്ലാ സംഗതി ഒന്ന് തന്നെ, പക്ഷെ വിവിധങ്ങൾ തെരീക്ക് പറഞ്ഞുള്ളൂ. وأخرج البيهقي من طريق أبي حاتم الرازي قال عمرو بن سواد قال للشافعي رضي الله عنه എന്നോട് പറഞ്ഞ് ما أعطى الله تعالى نبيا ما أعطي سيدنا محمد صلى الله عليه وسلم തങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ മുഅ്ജിസാത്തുകൾ മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊടുത്തിട്ടില്ല. ഇതാ ഓർത്തു ഈ ആദ്യത്തെ ഈസാ അലൈഹിസ്സലാം അപ്പം പറഞ്ഞ് ഈസാ അലൈഹിസ്സലാം ഹയ്യാൽ മൗത മരിച്ചാൾ ഹയാത്താക്കലുണ്ടല്ലോ എന്ന് ഷാഫി ഇമാമിനോട് പറഞ്ഞപ്പോൾ ഫഖാല ഉഅ്തിയ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹനീനുൽ ജുസ്ഇ. ഈത്തപ്പന തങ്ങളെ പിരിഞ്ഞപ്പോൾ കരഞ്ഞില്ലേ, ഫഹാദ അക്ബറു മിൻ ദാക, മരിച്ചാൾ ഹയാത്താക്കുന്നതിനേക്കാണ് വലുതാണ്. ഇത് കേട്ടിട്ട് അതെ. عن سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم كان يقوم إلى خشبة فلما اتخذ المنبر حنت الخشبة. ആ ഖശബത്ത് കരഞ്ഞ് ഫാക്കമല നാസു അലൈഹി, ജനങ്ങളൊക്കെ അവിടെ തടിച്ചുകൂടി. ഫവഖഫു ഇലാ ജംബിഹ, അതിൻ്റെ പരിസരത്ത് ജനങ്ങൾ നിന്നപ്പോൾ ഫറഖൂ മിൻ ഹനീനിഹ, അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് എല്ലാവരുടെ കൽബ് ഇളകിപ്പോയി. ഹത്താ കസുറ ബുകാഉഹും, അവരെല്ലാവരുടെയും കരച്ചിൽ വന്ന് ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഹ ഫവളഅ യദഹു അലൈഹ, തങ്ങൾ വന്നിട്ട് കൈ വെച്ച് സമാധാനിപ്പിച്ചപ്പോൾ സക്കത്ത. നല്ല കിതാബ്. ഇത് 360 പേജുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഉപയോഗപ്പെടുത്തണം. ഇപ്പാടെ ഒക്കെ കഴിയും. നട പറഞ്ഞു. എന്താ പറയാൻ വേണ്ടേ? വഫാഹ സബി വായിക്കാനുണ്ട്. പിന്നെ തങ്ങളുടെ മുഖത്തിൻ്റെ പ്രകാശം കൊണ്ട് സൂചി നെത്തുന്നിടത്ത് കഥ പറയാനുണ്ട്. പിന്നെ വിഷം മൂട്ടിയ ആട്ടർച്ച കൊടുത്തില്ലേ, അതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, അത് പറയാനുണ്ട്. പിന്നെ തങ്ങൾക്ക് ആവശ്യത്തിന് മരങ്ങൾ വന്നിട്ട് മറയാക്കിയതുണ്ട്. പിന്നെ ഒരാളെ മുഖം തൊട്ടപ്പോൾ ആ മുഖത്ത് പ്രകാശം വന്നിട്ട് പരിസരങ്ങളൊക്കെ അതിൽ കൂടി കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു സിദ്റത്ത്, ഒരു മരം 2ആയി പിളർന്നു, തങ്ങൾക്ക് വഴിയൊരുക്കി. പിന്നെ ഉപ്പുള്ള കുടിക്കാൻ പറ്റാത്ത വെള്ളം എന്താക്കി ശുദ്ധമാക്കി. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ബാനത്ത് ഫിൽ അർളി ബാനത്ത് ഫിൽ ജവ്വി, കുറേ ഉണ്ട്. അതിപ്പോൾ ആവൂല ഇൻഷാ അല്ലാഹ്. ഇവിടം വരെ ഇങ്ങനെ എത്തിയെന്ന് പറയാം. ഒരാൾ പറയാം നിനക്ക് അല്ലാഹു തആല വലിയ മഴ